morning. Okay, start ചെയ്യാലോ. വളരെ കുറവ് ആളുകളാണല്ലോ. ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ക്ലാസ്സില്. ഞാൻ ആഴ്ചയിൽ ഒരിക്കലും പറഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തമില്ല. ഇത്രയുള്ളോ കുട്ടികള്? 20 പേരൊക്കെ ഉണ്ടാവുന്ന. ആണോ? ഞാൻ അത് വിചാരിച്ചിട്ട് വരാത്തതായിരിക്കും. ഓക്കെ, എല്ലാ ക്ലാസ്സിലും 20ന്റെ ഒക്കെ ഏകദേശം അറൗണ്ട് 20 ഉണ്ടാവാറുണ്ട് അല്ലേ? ഓക്കെ, വരുന്നവര് വരട്ടെ. നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ആൻഡ് വി ഹാവ് നോ ടൈം ടു വേസ്റ്റ് യെറ്റ്. മാത്രമല്ല നമുക്ക് സമയമില്ല കളയാൻ. ഓക്കെ, വരുന്നവരെ നമുക്ക് പിടിക്കാം വഴിയിൽ വെച്ചിട്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. മെഡിക്കൽ റെക്കോർഡ്സുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കീപ്പ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ പോളിസീസ് ആണ്. റിഗാർഡിംഗ് ഡിഫറെന്റ് സിറ്റുവേഷൻസ്, ഓരോ സാഹചര്യങ്ങളിലും എന്തൊക്കെ മെഡിക്കൽ റെക്കോർഡുകൾ എങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പോളിസീസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ രജിസ്ട്രേഷൻ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു, പേഷ്യന്റിന്റെ ഇൻഡെക്സ് നമ്പറിനെ കുറിച്ച് പറഞ്ഞു, അവരുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകൾ, അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ആബ്സ്കൗണ്ടഡ് പേഷ്യന്റ്, അതായത് പുറത്തേക്ക് പറയാതെയും അറിയാതെയും ഒക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന, അതായത് നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ള പേഷ്യൻസ്, അതിനെ കുറിച്ചിട്ട്, പിന്നെ പല റേഡിയോളജി ലബോറട്ടറി ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാം നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാകും. അത്ര വലിയ പാടൊന്നുമില്ല, കുറച്ച് കൂടുതലുണ്ടെന്ന് മാത്രം. ബിക്കോസ് അത് നമുക്ക് കുറയ്ക്കാനൊന്നും പറ്റില്ല, അതൊക്കെ മെഡിക്കൽ റെക്കോർഡ്സിൽ വരുന്നതാണ്. സോ അത് നമുക്ക് അതിന്റെ എണ്ണം ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. അത് എന്തൊക്കെയാണെന്ന് ഓരോ കാര്യങ്ങളിലും ഏതൊക്കെ റെക്കോർഡുകളാണ് കീപ്പ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, റെക്കോർഡ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, മിസ്സിംഗ് റെക്കോർഡ്സിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ മൾട്ടിപ്പിൾ റെക്കോർഡ്സ്, ചില പേഷ്യൻസിന് ഒന്നിലധികം റെക്കോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, മൾട്ടിപ്പിൾ റെക്കോർഡ് ഉണ്ടെങ്കിൽ ഒറ്റ റെക്കോർഡാക്കി മാറ്റണം, അതേഴ്സ് മസ്റ്റ് ബി ക്യാൻസൽഡ്, മറ്റേതൊക്കെ ക്രോസ് റെഫറൻസ് ഒക്കെ നടത്തി ക്യാൻസൽ ചെയ്യണം. ആൻഡ് റിട്ടൈൻ ദ ഒറിജിനൽ വൺ, ഒറ്റ റെക്കോർഡ് മാത്രമായിട്ട് അത് റിട്ടൈൻ ചെയ്യണം. പിന്നെ മെഡിക്കൽ ലീഗൽ കേസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള കേസസ് വന്നു കഴിഞ്ഞാൽ വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത്, അറ്റൻഡിങ് ഫിസിഷ്യന്റെ റെസ്പോൺസിബിലിറ്റി കുറച്ചൊക്കെ ഉണ്ട്. അവരത്തരം സാഹചര്യങ്ങളിൽ വാട്ട് ആക്ഷൻ ടു ബി ടേക്കൺ, എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ പഠിച്ചത് റിലീസ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് എനി പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ്, ഏതെങ്കിലും പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ റിലീസ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് പിന്നെ പറഞ്ഞത്. അത് ഷുഡ് ബി മെയ്ഡ് ഓൺലി അറ്റ് ദ കൺസെന്റ് ഓഫ് ദ പേഷ്യന്റ്. തീർച്ചയായിട്ടും പേഷ്യന്റിന്റെ കൺസെന്റോട് കൂടിയാണ് ചില റെക്കോർഡുകൾ റിലീവ് ചെയ്യുന്നത്. മറ്റതൊക്കെ എന്താ പറയാ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ചില കാര്യങ്ങളൊക്കെ അവരറിയാതെ തന്നെ ചിലപ്പോ നമുക്ക് പോലീസിലും മറ്റ് അധികൃതരെയൊക്കെ അറിയിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ് നിർത്തിയത് ഇവിടെയാണ്. ഏതാണ്? കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. വെൻ എ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദ ഹോസ്പിറ്റൽ, വാട്ട് ആർ ദ കണ്ടീഷൻസ്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. മിക്കവാറും എല്ലാ പേഷ്യൻസും, ദോസ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ, they have to be given some admission consent. അല്ലെ, തീർച്ചയായിട്ടും അഡ്മിറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സമ്മതം ആ ഒരു പേഷ്യന്റ് കൊടുക്കണം. അത് കാണിക്കുന്നത് ഇറ്റ് ഷോസ് ദാറ്റ് ദ പേഷ്യന്റ് ഈസ് അഗ്രീയിങ് ടു ദാറ്റ് പർട്ടിക്കുലർ റുട്ടീൻ കെയർ. ആ ഒരു റുട്ടീൻ കെയറിന് സമ്മതിക്കുക എന്നുള്ളതാണ് അഡ്മിഷൻ കൺസെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ കിടന്ന് ചികിത്സിക്കാൻ, അതായത് റുട്ടീൻ കെയർ കിട്ടാൻ. റുട്ടീൻ കെയർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ച് വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരുന്നത് റുട്ടീൻ കെയർ അല്ല. The patient should be admitted for providing routine care. തീർച്ചയായിട്ടും അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ റുട്ടീൻ കെയർ കൊടുക്കാൻ പറ്റുള്ളൂ. ഡോക്ടേഴ്സ് അവരുടെ പേഷ്യൻസിനെ, അവർക്ക് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിനെ കാലത്ത് വൈകുന്നേരം ഒക്കെ പോയിട്ട് ചെക്ക് ചെയ്യുന്നു, അവരുടെ രോഗത്തിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്നു, അതിലെന്തെങ്കിലും കൂടുതലോ കുറവോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നു. ഇതൊക്കെയാണ് അതിനകത്ത് നമ്മൾ പറഞ്ഞത്. ആൻഡ് ഇനി നമ്മൾ പഠിക്കാനുള്ളത് കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷനെ കുറിച്ചിട്ടാണ്. അവിടെ എത്തിയില്ലേ?
അവിടെ നിന്നല്ലേ ഞാൻ തുടങ്ങേണ്ടത്? റൈറ്റ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. സ്പെഷ്യൽ കൺസെന്റ് തുടങ്ങി എടുക്കും മതി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ പറഞ്ഞു. ഇഫ് ദ പേഷ്യന്റ് ഹാസ് ടു റിലീസ് എനി റെക്കോർഡ്സ് to any particular organization. നമ്മൾ അതിന് വേണ്ടി ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമുക്കൊരു ജോലി കിട്ടണം, ആ ജോലിക്ക് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെങ്കിൽ they may ask for a certificate, medical certificate from any respective അവർ കാണിക്കുന്ന അവർക്ക് പരിചയമുള്ള അവർക്ക് ഏതെങ്കിലും രോഗങ്ങൾക്ക് ചികിത്സിച്ചിട്ടുള്ള ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ ചില ഓർഗനൈസേഷൻസ് ചോദിക്കും. ചില ജോലിക്ക് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഉള്ള കാര്യമാണ്. അപ്പൊ അവിടെ ചില കാര്യങ്ങൾക്ക് എന്താ പറയാ, ചില ഓർഗനൈസേഷനിൽ അങ്ങനത്തെ ജോലികൾക്ക് ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ജോലികൾ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഹെൽത്ത് വൈസ് ഓക്കെ ആണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഡോക്ടേഴ്സിനെ ചോദിക്കും. അപ്പൊ അത് ആരെങ്കിലും ചോദിച്ചാൽ ആ ഓർഗനൈസേഷൻസിലേക്ക് ആ പേഷ്യന്റിന്റെ കൺസെന്റോട് കൂടി ഇതൊക്കെ പ്രൊവൈഡ് സച്ച് മെഡിക്കൽ റെക്കോർഡിന്റെ കോപ്പി വേണമെങ്കിൽ അവർക്ക് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ആ കൺസെന്റ് കൊടുക്കുന്നത് ആ ഒരു എന്താ പറയാ റിലീസ് ചെയ്യുന്ന ഇൻഫർമേഷൻ, അത്തരം മെഡിക്കൽ റെക്കോർഡ്സിന്റെ റിലീസ് ചെയ്യാനുള്ള കൺസെന്റ് ഷുഡ് ബി മെയ്ഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഫോം. ഡിസ്ചാർജ് അല്ലെങ്കിൽ അഡ്മിഷൻ ഫോമിന്റെ ബാക്ക് സൈഡിലായിരിക്കും ആ കൺസെന്റ് എന്ത്, എനിക്ക് ഇന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇന്ന ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുണ്ട്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ച് അതിന്റെ അകത്ത് സൈൻ ചെയ്ത് അത് ഹോസ്പിറ്റൽസിൽ കൊടുക്കുമ്പോൾ പ്രൊവൈഡ് ചെയ്ത് അവർക്ക് അത് കൊടുക്കാം. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അറ്റ് ദാറ്റ് ടൈം ദ പേഷ്യന്റ് മസ്റ്റ് സൈൻ ഓൺ ദാറ്റ് കൺസെന്റ് ഫോം. തീർച്ചയായിട്ടും ആ കൺസെന്റ് രേഖപ്പെടുത്തി അതിൽ പേഷ്യന്റിന്റെ സിഗ്നേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സിഗ്നേച്ചർ ഇല്ലാതെ വെറുതെ എഴുതി മാത്രം കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു എന്തെങ്കിലും മെഡിക്കൽ റെക്കോർഡ്സിന്റെ കോപ്പി ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഓക്കെ, അപ്പൊ അത്രയും വരെയാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ കൺസെന്റ്. ആളുകൾ എത്ര വരെ ആയി അല്ലെ? തുടങ്ങിയപ്പോ 8 പേരുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 20 ആയി. നോക്കാം ലാസ്റ്റ് ആകുമ്പോഴേക്കും എത്രയാകുമെന്ന്. കുറച്ചുകൂടി ഒരു 2-3 മിനിറ്റ് കൂടി നേരത്തെ കയറാനായിട്ട് നോക്കാം. നമ്മൾ പറഞ്ഞത് പഴയ കാര്യം ഒന്ന് തുടങ്ങുന്നത് എന്തിനാണെന്നറിയോ? കുറച്ചു പേരെങ്കിലും 20 പേരൊക്കെ വരാറുണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ, നേരത്തെ വന്ന് ജോയിൻ ചെയ്ത കുട്ടികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ ഒരു നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് അവർക്ക് ചിലപ്പോൾ ബോറടിക്കുമായിരിക്കും, പക്ഷെ നിങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാ പുതിയ ടോപ്പിക് നമ്മളെ തുടങ്ങുമ്പോ. നെക്സ്റ്റ് സ്പെഷ്യൽ കൺസെന്റ് ആണ്. ഇനി ചില സ്പെഷ്യൽ കൺസെന്റുകളും പേഷ്യൻസിൽ നിന്ന് കിട്ടേണ്ടി വരും. അതായത് നമ്മളുടെ എന്താ പറയാ റുട്ടീൻ ആയിട്ടുള്ള ഡയഗ്നോസിസ് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ സ്പെഷ്യൽ കൺസെന്റ് ഒന്നും വേണ്ട പേഷ്യന്റിന്റെ. അതായത് ഇപ്പൊ ഒരു പനി അല്ലെങ്കിൽ ചുമ മറ്റു കാര്യങ്ങളൊക്കെ വന്ന് നമ്മളെ പരിശോധിക്കുകയാണ്, ചിലപ്പോ ഒന്ന് കിടന്നിട്ടൊന്ന് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അവിടെ കിടത്തി നമ്മളുടെ ടെമ്പറേച്ചർ എടുക്കുക, അല്ലെങ്കിൽ എന്താ പറയാ ബോഡി ബ്ലഡ് പ്രഷർ നോക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കൊക്കെ എന്താ പറയണ്ട പേഷ്യന്റിന്റെ കൺസെന്റിന്റെ ഒന്നും ആവശ്യമില്ല. ചിലപ്പോ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബ്ലഡ് എടുക്കണം, നിങ്ങൾക്ക് സമ്മതമാണോ എന്നൊന്നും അവിടെ ചോദിക്കില്ല. യു ഹാവ് ടു മേക്ക് സം ടെസ്റ്റ്. ഡോക്ടർ ഇങ്ങനെ ഒരു സജഷൻ പറയുന്നത് ഇന്ന നോക്കിയിട്ട് എനിക്ക് ഇന്ന എന്തെങ്കിലും വേറെ പ്രശ്നം തോന്നില്ല, ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അത് നോക്കാമെന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മളത് സമ്മതിക്കും അല്ലെ? അതിന് റിട്ടേൺ കൺസെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നോൺ റുട്ടീൻ ആയിട്ടുള്ള ചില ഡയഗ്നോസിസ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സിന് സ്പെഷ്യൽ കൺസെന്റ് ഈസ് വെരി നെസസറി ഫ്രം ദ പേഷ്യന്റ്. തീർച്ചയായിട്ടും അങ്ങനത്തെ അല്ലാത്ത അത്തരം സ്വഭാവത്തിലല്ലാത്ത ചില റുട്ടീൻ ആയിട്ടുള്ള എന്താ പറയാ നോൺ റുട്ടീൻ ആയിട്ടുള്ള ചില ട്രീറ്റ്മെന്റുകൾക്ക് അല്ലെങ്കിൽ ഡയഗ്നോസിസ് രീതികൾക്ക് ടെസ്റ്റിങ്ങിനോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ എന്താ പറയാ പേഷ്യന്റിന്റെ സമ്മതം കൂടിയേ തീരൂ. ഇന്നൊരു സർജറി നടത്താൻ പോകുന്നു ആൻഡ് യു ഹാവ് ടു ബി പ്രൊവൈഡഡ് അനസ്തേഷ്യ. അപ്പൊ അനസ്തേഷ്യ കൊടുക്കുന്നു. അപ്പൊ അനസ്തേഷ്യ എനിക്ക് തരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചിലർക്ക് ചിലപ്പോ അത് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാം, എമൗണ്ട് ഓഫ് അനസ്തേഷ്യ കൂടിപ്പോയാൽ പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ അവരിൽ നിന്ന് സമ്മതമൊക്കെ വാങ്ങിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇന്നൊരു പ്രൊസീജിയർ ചെയ്താലേ നിങ്ങളുടെ ആ രോഗത്തിന്റെ പൂർണ്ണമായ വിവരം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ചില കേസസിൽ നോൺ റുട്ടീൻ ആയിട്ടുള്ള തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സിൽ സ്പെഷ്യൽ കൺസെന്റ് പേഷ്യൻസിൽ നിന്നും തീർച്ചയായിട്ടും എടുക്കേണ്ടി വരും. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ ദ റിട്ടൺ ഫോം. അത് എഴുതി തന്നെയാണ് വാങ്ങിക്കേണ്ടത്. സോ ഇറ്റ്സ് എ പ്രൂഫ്. അതൊരു തെളിവിന് വേണ്ടിയിട്ടാണ്, എവിഡൻസിന് വേണ്ടിയിട്ടാണ്. ഇഫ് ദർ ഈസ് എനി ആർഗ്യുമെന്റ്സ് ഓർ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ പേഷ്യൻസ് ആൻഡ് ദ ഹോസ്പിറ്റൽ സിസ്റ്റം, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു റിട്ടൺ പ്രൂഫ് ഇങ്ങനെ എടുത്ത് കാണിക്കാം. പേഷ്യന്റിന്റെ സമ്മതത്തോടു കൂടിയാണ് ഞങ്ങൾ ആ ഒരു പ്രൊസീജിയറിലേക്ക് കടന്നത്, അല്ലാതെ ഞങ്ങളുടെ മാത്രം സ്വന്തം ഇഷ്ടത്തിലല്ല എന്നൊരു എവിഡൻസ് ആയിട്ട് പ്രൂവ് ചെയ്ത്
കാണിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കൺസെന്റ് വെൻ ഇറ്റ് ഈസ് ടേക്കൺ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ദ റിട്ടേൺ ഫോം. തീർച്ചയായിട്ടും എഴുതി തയ്യാറാക്കിയ ഫോമിൽ തന്നെ വാങ്ങിക്കുക, അതിലും സിഗ്നേച്ചർ ഒക്കെ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ആ ഒരു റിട്ടേൺ കൺസെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ and here the medical staff or the physician അവർക്ക് by the laws or rules and regulations ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് they have to participate in the operations, surgical operations or procedures whatever it may be to be executed only on the consent of the patient. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യന്റ് സമ്മതം കൊടുക്കണം എന്നുള്ളത് ഒരു ഭാഗത്ത്, അത് മറുഭാഗത്തിൽ കൂടി വേറെ രീതിയിൽ കൂടി പറഞ്ഞിരിക്കുന്നു മാത്രം. അവിടെ അത് ആരാണോ ആ ഒരു പ്രൊസീജിയർ സർജിക്കൽ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊസീജിയറോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡോക്ടേഴ്സ് ആ അറ്റൻഡിങ് ഫിസിഷ്യൻ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി. അതെന്ത് ചെയ്യണം, ഈ കൺസെന്റ് തീർച്ചയായിട്ടും വാങ്ങിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ പാടുള്ളൂ. ടു ബി എക്സിക്യൂട്ടഡ് എന്നാ പറഞ്ഞേക്കണേ. അത് ആ വാങ്ങിക്കലാണ് ആദ്യം ചെയ്യണത്, അതിനുശേഷമാണ് സർജിക്കൽ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്പെഷ്യൽ കൺസെന്റ് നേരത്തെ വാങ്ങിക്കാം. then only they can execute their procedure or surgical operations whatever it may be. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ പേഷ്യന്റ് കൺസെന്റ് കൊടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞേക്കണേ. നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ട, അത് തന്നെയാണ് വീണ്ടും മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കണേ. ഇവിടെ നേരെ തിരിച്ചു പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഡോക്ടേഴ്സിന് അറ്റൻഡിങ് ഫിസിഷ്യന് കൂടുതൽ എംഫസിസ് കൊടുത്തിട്ടാ പറഞ്ഞേക്കണേ. ഇപ്പൊ ഞാൻ രോഗിയാണ്, അവിടെ ചെല്ലുന്നു, എന്റെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അവർ പറയണത് ഒരു ഇതുണ്ട്, അത് റിമൂവ് ചെയ്ത് എടുത്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റിന് വേണ്ടി കൊടുക്കേണ്ടി വരും. അപ്പോ ഇഫ് യു ആർ വില്ലിംഗ് ഓർ ഇഫ് യു ആർ ഗിവിംഗ് ആസ് ദ കൺസെന്റ്, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മളത് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ അറിയിക്കുന്ന ചില സിഗ്നേച്ചറോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുന്നു. നമ്മുടെ അറിവോട് കൂടി തന്നെ നമ്മുടെ കൺസെന്റോട് കൂടി ഡോക്ടർ അത് എടുത്തു എന്നുള്ളത്. ഓപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ സംബന്ധിച്ച് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നു. ഇനി അത് തിരിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഫിസിഷ്യൻ അദ്ദേഹം അത് ആ ഒരു കൺസെന്റ് എഴുതിയെടുത്തതിന് ശേഷം മാത്രമാണ് they can execute the surgical operations or procedures whatever to be continued. എന്താണോ ഇനി ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് അതിന് ശേഷം മാത്രം, ഈ കൺസെന്റ് വാങ്ങിച്ചതിന് ശേഷം മാത്രം. ബട്ട് there is some exceptional case in case of emergencies. പക്ഷെ ഇതിന് ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയാ, ഒരു എന്താ പറയാ, നമ്മൾ എക്സെപ്ഷൻ മലയാളം എന്താ പറയാ, ഒരു എന്താ പറയാ, ഒഴിവ് പറയാൻ പറ്റില്ല, എന്താണോ. അതായത് ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് എമർജൻസി ആണ്. എന്ന് വെച്ചാൽ എന്താ, അതായത് വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഒരു ആളുടെ ജീവൻ നമുക്ക് സേവ് ചെയ്യണം എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോഴേ കൺസെന്റും ഉണ്ടാ, കൺസെന്റ് ഒപ്പിട്ട് എഴുതി തന്നിട്ട് മാത്രമേ ഈ ആളെ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നുള്ളൂ എന്ന് പറയുന്നതിൽ അവിടെ അർത്ഥമില്ല. അതാണ് പറഞ്ഞേക്കണേ. എമർജൻസി കേസസിൽ, വളരെ എമർജൻസി കേസസിൽ, ദാറ്റ് മീൻസ് ലൈഫ് സേവിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് തോന്നുന്ന സമയത്ത് അവിടെ കൺസെന്റിന് നമുക്ക് പ്രാധാന്യമില്ല. അവിടെ നമുക്ക് എടുക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ബി ട്രീറ്റഡ്. ആദ്യം അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. then only they can എന്താ പറയാ, അവരുടെ കയ്യിൽ നിന്ന് they can collect the കൺസെന്റ് സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ എക്സെപ്ഷണൽ കേസിന് ഒരു എന്താ പറയാ, എമർജൻസീസിന് ഒരു എക്സെപ്ഷണൽ ഒരു കൊടുത്തിട്ടുണ്ട്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒഴിവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മലയാളം എനിക്ക് വരുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? ആ 3 പോയിന്റ് മനസ്സിലായോ? സ്പെഷ്യൽ കൺസെന്റിനെ കുറിച്ചുള്ള 3 പോയിന്റ് ക്ലിയർ ആയോ? 3 പോയിന്റ് ക്ലിയർ ആയോ? യെസ്. ഓക്കെ, then let's move to the next topic. അടുത്തത് ക്ലിനിക്കൽ ഡാറ്റാസ് ആണ്. ഇനി ഈ നമ്മളുടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വന്നു പോകുന്ന പേഷ്യൻസ്, ഇൻപേഷ്യൻസ്, ഔട്ട് പേഷ്യൻസ് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അപ്പൊ ഇവരെ കുറിച്ചുള്ള കുറെ ഡാറ്റാസ് will be there in the hospital. എന്താണ്, what do you mean by data? Data is the information collected for any purpose. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസിനെയാണ് ഡാറ്റ എന്ന് വിളിക്കുക. ഇപ്പൊ ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടിയോട് പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഓരോ കുട്ടികളിൽ നിന്ന് വാങ്ങിച്ചു. പക്ഷെ ഇവിടെ നമുക്കത് സാധ്യമായിരുന്നില്ല. ഇത്രയും കുട്ടികളുള്ളായിരുന്നെങ്കിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞേനെ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ചാൻസ് തന്നേനെ. പക്ഷെ അന്നൊക്കെ നമ്മൾ ക്ലാസ് ബിഗിനിങ് സ്റ്റേജിൽ അല്ലെ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ബിഗിനിങ് ക്ലാസ്സുകളിലൊക്കെ മോർ ദാൻ 100 സ്റ്റുഡൻസ് ഒക്കെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് കുറഞ്ഞ് ഇനി ഇത് തീരാറാകുമ്പോഴേക്കും ഒരു ആളെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. whatever it may be. അപ്പൊ അങ്ങനെയായിരുന്നപ്പോ നമ്മൾ എന്ത് പറ്റി, നിങ്ങളോടൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാൻ പറ്റിയില്ല. ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ ചെറിയ സ്ട്രെങ്ത് ഉള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു. നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ, നിങ്ങളെ കുറിച്ച് എവിടെ നിന്നാണ്, എന്താണ് പേര്, എന്ത് ക്വാളിഫിക്കേഷൻ നിങ്ങൾ, വാട്ട് യു ആർ ഡൂയിങ് നൗ, ഇപ്പൊ എന്ത് ചെയ്യുന്നു, വാട്ട് ഈസ് ദ റീസൺ ഫോർ ജോയിൻ ദിസ്
ടൈപ്പ് ഓഫ് കോഴ്സ്, ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജോലിക്ക് വേണ്ടിയിട്ടാണോ, നോളജിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണോ, എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അവരത് ഭംഗിയായി ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കതിന് സമയമില്ലാതെ വരുന്നത് കൊണ്ടും മാത്രമല്ല വളരെ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് നമുക്കത് പറ്റിയില്ല. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒരാളോട് ചോദിച്ചു, ഓരോരുത്തരും നമ്മളോട് അത് പറഞ്ഞു. സോ ഇറ്റ്സ് എൻ ഇൻഫർമേഷൻ വിച്ച് ഐ ഹാവ് കളക്റ്റഡ്. അത് നമ്മൾ കളക്ട് ചെയ്തു. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ ഓഫീസിൽ എഴുതി വാങ്ങിക്കും. അവരത് അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്ത് തരും. ഇറ്റ്സ് എ ഡാറ്റ. അതൊക്കെ ഡാറ്റാസ് ആണ്. അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഭാവിയിൽ നമുക്ക് അതെടുത്ത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെയും ക്ലിനിക്കൽ ഡാറ്റാസ് ഇഷ്ടം പോലെയുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ കാര്യങ്ങളാണ് ഡാറ്റാസ് ആയി മാറുന്നത്, അല്ലെങ്കിൽ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് റീഡ്. അത് ഓരോ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ട് ഒരു 10-22 ഡാറ്റാസിനെ കുറിച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എക്സ്പ്ലനേഷൻ ഇവിടെ താഴെ കിടക്കുന്നുണ്ട്. അന്നേരം വായിക്കാം. Just go through the clinical data. ഏതൊക്കെയാണ് ക്ലിനിക്കൽ ഡാറ്റ എന്നൊന്ന് നോക്കാം. അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട്. അത് രണ്ടായിട്ട് വേണ്ടതല്ല, രണ്ടായി കിടക്കാണ്. ജസ്റ്റ് 5 എന്നുള്ള നമ്പർ വെട്ടിയിട്ട് ആ ഫിസിഷ്യൻസിന്റെ കൂടെ ചേർത്ത് പ്രോഗ്രസ് നോട്ട് എഴുതണം. അവിടെ ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. Got it? മനസ്സിലായോ പറഞ്ഞത്? ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട് എന്നാക്കണം. ആക്കിയോ? പിന്നീട് പറയരുത് ഫിസിഷ്യൻസ് വേറെ കിടക്കുന്ന ടീച്ചറെ, പ്രോഗ്രസ് നോട്ട് വേറെ കിടക്കുന്ന ടീച്ചറെ എന്ന് പറയരുത്. ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയില്ല എനിക്ക്. നിങ്ങൾ അവിടെ കുറെ പേരൊക്കെ തോളാക്കി വെച്ചിട്ട് മിണ്ടാതിരിക്കുന്നതായിരുന്നു. നമുക്ക് ഇവിടെ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. എത്ര ചോദിച്ചാലും ചിലർ മിണ്ടൂല്ല. ഒരു തമ്പൊക്കെ നമുക്കത് നിങ്ങളുടെ റിയാക്ഷൻസ് ആണ്. ദാറ്റ് മീൻസ് അന്നാലേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആരും ഇത് ശ്രമിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഒരാള് ഒന്ന് കൈപ്പൊക്കിയാൽ മതി. ഒരാളെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് വിശ്വസിക്കാലോ. അല്ലെ, നിങ്ങൾ തന്നെ പറഞ്ഞത് കൊണ്ടാണ് നമ്മളിവിടെ ഓൾ മ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന സജഷൻസ് കൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് വിചാരിച്ച് നമ്മൾ ഓൾ മ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കുന്നത്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ യു ക്യാൻ ആക്ട്. നമുക്ക് മിണ്ടി തന്നെ ആക്ഷൻസ് വേണ്ടല്ലോ. ഇന്ന് ഒത്തിരി സൗകര്യങ്ങളുണ്ട്. ഒന്ന് എസ് എന്നോ ഒരു തമ്പിടുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരാളെങ്കിലും നമുക്ക് അവിടെ കേൾവിക്കാരനോ കേൾവിക്കാരിയോ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഫിസിഷ്യൻസ് പ്രോഗ്രസ് റിപ്പോർട്ടാണ്, സോറി പ്രോഗ്രസ് നോട്ട് എന്നാണ് ആ പോയിന്റ്. പാത്തോളജി റിപ്പോർട്ട്, റേഡിയോളജി റിപ്പോർട്ട്, ഇലക്ട്രോകാർഡിയോഗ്രാഫ് റിപ്പോർട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്, ഓപ്പറേറ്റീവ് ഡാറ്റ, അനസ്തേഷ്യ റിപ്പോർട്ട്, റിക്കവറി റൂം റെക്കോർഡ്, ഓപ്പറേറ്റീവ് സപ്പോർട്ട്, നഴ്സിംഗ് ഡാറ്റ, നഴ്സസ് നോട്ട്സ്, TPR graphic chart, medication sheet, diet chart, physical therapy report, respiratory therapy report, miscellaneous report, laboratory reports and discharge summary. അങ്ങനെ 22 ക്ലിനിക്കൽ ഡാറ്റാസ് ആണ്. 23 എന്നാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ നമ്മളത് 4-5 കൂടി ചേർത്ത് ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞു. ആ 4-5 സെപ്പറേറ്റ് വന്നതുകൊണ്ട് അവിടെ 23 അല്ലെങ്കിൽ 22 ക്ലിനിക്കൽ ഡാറ്റാസിനെ കുറിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടാ. ഓരോന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ദാറ്റ്സ് ഓൾ. പഠിക്കാൻ പറയുന്നത് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്. അതാണ് ആദ്യത്തെ ക്ലിനിക്കൽ ഡാറ്റയെ കുറിച്ച് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിനകത്ത് വരുന്നത്? It includes the diagnosis and procedures statement. അതായത് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഡോക്ടർ എന്താ പറയാ പേഷ്യൻസിന്റെ അവരെ ചികിത്സിക്കുന്നത്, അല്ലെങ്കിൽ അവരിൽ നടത്തുന്ന പ്രൊസീജിയേഴ്സ്, അവരുടെ ഡയഗ്നോസിസ് ടെസ്റ്റുകളൊക്കെ നടത്തിയത്, അതിന്റെയൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ ചേർന്ന് വരുന്നതാണ് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്. അതിനകത്ത് ഇതൊക്കെ ഉണ്ടാവും. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് വരെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അവരിൽ നടത്തി, എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തി, ഇതെല്ലാം ആ ഒരു റെക്കോർഡിനകത്ത് ഉണ്ടാവണം. അതാണ് ഡിസ്ചാർജിനകത്ത് അല്ലെങ്കിൽ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിൽ വരുന്ന ഫസ്റ്റ് ക്ലിനിക്കൽ ഡാറ്റ. ഇനി ഇത് ആരാണ്, ഹു ഈസ് ലയബിൾ ഓർ റെസ്പോൺസിബിൾ ടു പ്രിപ്പയർ സച്ച് റെക്കോർഡ്? ഇങ്ങനെയുള്ള ഒരു റെക്കോർഡ് ഉണ്ടാക്കാനും അതിന്റെ ഇൻഫോർമേഷൻസ് അധികാരത്തോടെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഹു ഈസ് റെസ്പോൺസിബിൾ? നൺ ഓഫ് ദ അറ്റൻഡിങ് ഫിസിഷ്യൻ തന്നെയാണ് മറ്റാരേക്കാളും അതിന് ലയബിൾ ആയിട്ടുള്ളത്. ആരാണോ ആ പേഷ്യന്റിനെ നോക്കുന്നത്. ഓക്കെ, അതായത് ആരാണോ ആ പേഷ്യന്റിനെ നോക്കുന്നത് ആ അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ് ഈസ് ലയബിൾ ഫോർ ഗിവിംഗ് ആൻഡ് ഒതന്റിക്കേറ്റിംഗ് ദ ഇൻഫോർമേഷൻ. ആ പേഷ്യന്റിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് ഇൻഫോർമേഷൻ ആയിട്ട് സൂക്ഷിക്കാനും എഴുതി വെക്കാനും ഉള്ള ഒരു ലയബിലിറ്റി പുള്ളിക്കാരനാണ് ചെയ്യുന്നത്.
പുള്ളിക്കാരനോ പുള്ളിക്കാരിയോ. ദാറ്റ് മീൻസ് ദ അറ്റൻഡിങ് ഫിസിഷ്യൻ, ആ ഡോക്ടർ ആരാണോ അവരാണത് എഴുതുക. അല്ലാണ്ട് ഡോക്ടർ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം വന്നിട്ട് ആരെങ്കിലും ആ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ എഴുതി തയ്യാറാക്കാണോ? അല്ല. അപ്പൊ ഡോക്ടർ തന്നെയാണ് അത് ടെസ്റ്റിൽ എഴുതുന്നതും അതിന്റെ റിസൾട്ട് വാങ്ങിച്ചിട്ട് അത് ആ ചാർട്ടിൽ ഉൾപ്പെടുത്തി വെക്കുന്നതൊക്കെ. ഇതെല്ലാം അവിടുത്തെ റെക്കോർഡിലാണ് അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻസിനെ. ആൻഡ് ഓൾ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയർ ഷുഡ് ബി റിട്ടൺ വെൽ. അത് ഇനി എന്താ എഴുതണ്ടേ? തോന്നിയ രീതിയിൽ ആർക്കും മനസ്സിലാവാതെ തോണ്ടി കുറിച്ച് എഴുതി വെച്ച കാര്യമില്ല. ആർക്കും പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന രീതിയിൽ വളരെ ക്ലിയർ കട്ടായിട്ട് എഴുതി വെക്കണം. എന്താണ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ്? മീ എന്നുള്ള വാക്കുണ്ട് അവിടെ, ആ വേർഡ് വേണ്ട. മീ എന്ന ഒരു ME അവിടെ കയറി വന്നത് വെട്ടിക്കളയേക്കാൾ സ്ട്രൈക്ക് ചെയ്തേക്കാം. വെൽ റിട്ടൺ ഇൻ ഫുൾ, വളരെ വ്യക്തമായി ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട്. ദാറ്റ് മീൻസ് നോ സിംബൽസ് ഓർ അബ്രിവിയേഷൻസ് ഹാവ് ടു ബി യൂസ്ഡ്. അതിനകത്ത് അങ്ങനെ എഴുതി വെക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ, അതായത് ഇന്ന ടെസ്റ്റ് നടത്തി ഇന്ന പ്രൊസീജിയേഴ്സ് നടത്തി എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? സിംബൽസോ അബ്രിവിയേഷൻസോ ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? ഈ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ ആഫ്റ്റർവേർഡ്സ് ഇൻ ഫ്യൂച്ചർ if anybody is using such records, അത്തരം റെക്കോർഡുകൾ മറ്റാരെങ്കിലും, അതായത് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ അല്ലാതെ, അതായത് ലോഫുള്ളി ചിലപ്പോൾ നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നീക്കി എന്ന് വിചാരിക്കാം. ചില ആൾക്കാർ അവരുടെ സ്വന്തക്കാർ ആരെങ്കിലും പേഷ്യൻസ് ആയിട്ട് വന്നു, അവിടെ എന്തെങ്കിലും കയ്യബദ്ധങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചു, പറയാൻ പറ്റില്ല. മനുഷ്യന്റെ അവസ്ഥയാണ്, മനുഷ്യന്റെ ഫീലിങ്സും മൂഡ് സ്വിങ്സും ഒക്കെ മാറുന്നതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയി ചെയ്യാന്ന് വെച്ചാലും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ തോന്നും, അല്ലെ? അത് ചില ദിവസം നമുക്ക് അങ്ങനെയാണ്. നമ്മൾ പറയും, എന്നിട്ട് എന്ത് പറയും? ഇന്നത്തെ എന്റെ ദിവസം മോശമാണ്. നമ്മൾ ദിവസത്തില് വൈചാരിയോടെ മാറും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകും. എത്ര നമ്മൾ കെയർഫുൾ ആയിട്ട് എത്ര കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാലും ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അത്തരം സാഹചര്യങ്ങൾ വന്നു പോകും. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, ഡെലിബറേറ്റ്ലി ചെയ്യുന്നതായിരിക്കില്ല, അത് വന്നു പോകുന്നതായിരിക്കും. അപ്പോ ഇതെന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആകേണ്ട റെക്കോർഡ്സ് ആണ്. സോ ഇറ്റ് ഷുഡ് ബി റിട്ടൺ വെൽ ക്ലിയർ, ഫുൾ ആയിട്ട് എഴുതണം. പകുതിക്ക് വെച്ച് ഇത്ര പകുതി, അത് ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്തോ, അങ്ങനെ പറ്റില്ല. അബ്രീവിയേഷൻസ് പാടില്ല, സിംബൽസ് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ മെഡിക്കൽ ടെർമിനോളജി പഠിച്ചതാ അല്ലെ, അതിനകത്ത് സിംബൽസും അബ്രീവിയേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇൻ ദ മെഡിക്കൽ ഫീൽഡ്. ആ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അബ്രീവിയേഷൻസും സിംബൽസും പ്രിഫിക്സും സഫിക്സും ഒക്കെ ഉപയോഗിക്കുന്നത്. അത് അവർക്ക് തമ്മിൽ മനസ്സിലാക്കാൻ. പുറത്തുനിന്ന് ഒരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ എഴുതി വെച്ചാൽ ക്ലിയർ ആകുമോ? ഇത് എന്തെന്നാണ് പോലത്തെ ഈ സൂചിപ്പിക്കുന്നത്? ഒരു കോമൺ മാനിന് ആ റെക്കോർഡ് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാകില്ല. പക്ഷെ അത് ഫുൾ ഇങ്ങനെ റൈറ്റ് ചെയ്താലോ, കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിലോ ആ ഏത് ലാംഗ്വേജ് അവർ ഫോളോ ചെയ്യുന്നത് മിക്കവാറും ഇംഗ്ലീഷ് തന്നെയാണ്. അത് കൃത്യമായിട്ട് എഴുതി വെച്ചാൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ആരെയും കൊണ്ടെങ്കിൽ നമുക്ക് വായിപ്പിച്ച് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കണം. സോ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിനകത്ത് വരുന്നത് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റെക്കോർഡ്സ് ആണ്, സ്റ്റേറ്റ്മെന്റുകളാണ്. ഇറ്റ് ഷുഡ് ബി റിട്ടൺ വെൽ, ഫുൾ, ക്ലിയർ. And it should not include symbols or abbreviations of the പാടില്ല. And attending physician is liable for authenticating and giving such information. അത്തരം സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കാനുള്ള ഒരു ലയബിലിറ്റി അറ്റൻഡിംഗ് ഫിസിഷ്യന് തന്നെയാണ്. Got it? മനസ്സിലായോ? അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ മെഡിക്കൽ ഹിസ്റ്ററി ആണ്. അടുത്തത് നമ്മളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ അറിയാലേ? വെരി ഗുഡ്. കാലത്ത് നമ്മൾ ഭയങ്കര ചാടി നിൽക്കണം, സ്പ്രിംഗിൽ നിൽക്കണ നിന്നോളണം. ഓക്കെ, നെക്സ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ആണ്. എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്? ഒരു നമുക്കറിയാം, മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പ്രിലിമിനറി പ്രൊവിഷണൽ ഡയഗ്നോസിസ്. ഇത് പ്രാഥമികമായിട്ടുള്ള ഒരു താൽക്കാലിക ഒരു ഡയഗ്നോസിങ് രീതിയാണ്. ചിലപ്പം എന്താ പറയാ, ഇരുത്തിയിട്ട് പനി നോക്കുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്ന്. പണ്ടൊക്കെ നമ്മൾ തെർമോമീറ്റർ വായി വെച്ചിട്ടാണ് ടെമ്പറേച്ചറൊക്കെ നോക്കിയിരുന്നത്. നമ്മുടെ ഇന്ന് കൊറോണയൊക്കെ വന്നതോടുകൂടി അങ്ങനത്തെ ഒരു സാധനമേ നമ്മൾ കാണാനില്ല. ഇപ്പൊ ചെല്ലുമ്പോ എവിടെയെങ്കിലൊക്കെ ഒരു സാധനം പിടിപ്പിച്ചിട്ടൊക്കെയാ ടെമ്പറേച്ചറൊക്കെ നോക്കുന്നത് അല്ലെ? കുറെ നാളായി ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ട്. അതുകൊണ്ട് എനിക്ക് അതാണ് അല്ലെ, നമ്മൾ അങ്ങനെയല്ലേ നോക്കുന്നത്? നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണോ? ഞങ്ങൾ മറ്റൊക്കെ മാറി, കുറെ തെർമോമീറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ എവിടെയോ ഇവിടെ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ ഒരു ഷൂട്ട് അതല്ലേ, അത് വെച്ചിട്ടൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പനി നോക്കുന്ന അങ്ങനെയുള്ള ചില പ്രാഥമികമായിട്ടുള്ള താൽക്കാലിക ഡയഗ്നോസിസിംഗ് രീതിയാണ്. കാരണം all the illness cannot be find out by physical examination. ഈ ഒരു ശാരീരിക പരിശോധന മാത്രം നടത്തി കഴിഞ്ഞാൽ ഒരാളുടെ ഫുൾ ഇൽനെസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും പ്രാഥമികമായിട്ടൊരു
ഒരു പരിശോധന അങ്ങോട്ട് നടത്തും. നമ്മുടെ ഹാർട്ടിൽ മറ്റേ ഈ എന്താ പറയാ സ്റ്റെതസ്കോപ്പ് വെച്ച് ഇവിടെ വെച്ച് നോക്കും, ചെസ്റ്റിൽ വെച്ച് നോക്കും, പനി നോക്കും, BP നോക്കും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതൊരു പ്രാഥമികമായിട്ടുള്ള ഒരു ഇതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതൊരു ട്രീറ്റ്മെന്റ് ബേസ് ഓഫ് ദ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഒരു അടിസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. എവിടെന്ന് അത് എന്താണ് രോഗത്തിന് ഒരു അടിസ്ഥാനം വേണ്ടേ, എല്ലാം അടിസ്ഥാനത്തിൽ നിന്നോ തുടങ്ങാം, ബേസ്മെന്റിൽ നിന്നോ തുടങ്ങാം. അപ്പൊ അതിന് ആ ട്രീറ്റ്മെന്റിന്റെ തുടക്കത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില പ്രാഥമികമായിട്ടുള്ള ഡയഗ്നോസിസിങ് ആണ് ഏതിൽ വരിക, മെഡിക്കൽ ഹിസ്റ്ററിയിൽ. അത് എന്തൊക്കെയാണ് വരിക എന്ന് പറഞ്ഞത് ആദ്യം തന്നെ ആളോട് ചോദിക്കും, വാട്ട് ഈസ് യുവർ കംപ്ലൈന്റ്, എന്താണ് പ്രശ്നം. ഭയങ്കര ചുമയാണ് ഡോക്ടറെ, അല്ലെങ്കിൽ ഭയങ്കര പനിയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തുടങ്ങി ഭയങ്കര നടുവേദനയാണ്, അതെന്താണെന്ന് അറിയില്ല. ഓക്കെ, പ്രസന്റ് ഇൽനെസ്, അതുകൊണ്ട് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്താണ് അല്ലെ. ഇത് ഭയങ്കര എന്താ പറയാ വൊമിറ്റിംഗ് വരുന്നു, അല്ലെങ്കിൽ എനിക്ക് പനി തോന്നുന്നു, രാത്രിയിലാണ് പനി വരിക, രാത്രി കിടക്കാൻ നേരത്തെ ചുമ വരുന്നു, ഇങ്ങനെയൊക്കെ അതാ രോഗത്തിന്റെ കാര്യങ്ങൾ പറയുന്നു. പിന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ചില രോഗങ്ങൾക്ക് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ചോദിക്കും. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഷുഗർ, അതുപോലെ കൊളസ്ട്രോൾ, മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മളോട് ചോദിക്കും നേരത്തെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സിന്. അപ്പൊ അവർക്ക് അവരുടെ ഈ ആളുടെ മുന്നിലിരിക്കുന്ന ആളുടെ രോഗം എന്താണെന്ന് കൺഫേം ചെയ്യണം, സ്ഥിരീകരിക്കണം. അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കും. നേരത്തെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. പിന്നെ ഉത്തരവിൽ കൊടുക്കും. അതുപോലെ ഫാമിലി ഹിസ്റ്ററി ചോദിക്കും, ഫാമിലിയിൽ ഇന്ന കാര്യം ഉണ്ടോ ആർക്കെങ്കിലും. ചില ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ട്, ഇപ്പൊ ഷുഗർ ഒക്കെ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടോ, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്സ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഫാമിലി ഹിസ്റ്ററിയിലെ കാര്യങ്ങൾ ചോദിക്കും. അല്ലാണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട്, വീട്ടില് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ആ വിശേഷമൊന്നും അല്ല കേട്ടോ. ഫാമിലി ഹിസ്റ്ററിയിൽ ഇതുപോലെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്നും കൂടി അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചില രോഗങ്ങൾ അങ്ങനെയാണ്, ഹെറിഡിറ്ററി ആയിട്ട് നമ്മൾ ഒരാളിൽ നിന്ന് പാസ് ചെയ്ത് വരുന്ന പോലെ. പിന്നെ റിവ്യൂ ഓഫ് ദ സിസ്റ്റം, റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഡിക്കൽ ഹിസ്റ്ററി ടെക്നിക് ആണ് കേട്ടോ. ഇത് മെഡിക്കൽ ഹിസ്റ്ററിയുടെ ഒരു ടെക്നിക്ക് തന്നെയാണ്. ഈ ഒരു ആളുകളിൽ നിന്നും ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ, ഒരു സെറ്റ് ഓഫ് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റാസ് ഉപയോഗിച്ച് എന്താണ് ഇയാളുടെ രോഗം, ടു ഐഡന്റിഫൈ ദ സിംപ്റ്റം ഓഫ് ഹിസ് ഇൽനസ്, ആളുടെ പേഷ്യന്റിന്റെ രോഗത്തിന്റെ എന്താ പറയുക ലക്ഷണങ്ങൾ മറ്റൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ന് വിളിക്കുന്നത് ROS, അല്ലെങ്കിൽ റിവ്യൂ ഓഫ് സിസ്റ്റം എന്നാണ് വിളിക്കുക. ടു ആസ്ക് മെനി ക്വസ്റ്റ്യൻസ്, ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, എന്നിട്ട് അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ ഇന്നതായിരിക്കാം എന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരം ചോദ്യങ്ങൾ വയ്ക്കുന്നത്. അപ്പൊ ഇതെല്ലാം മെഡിക്കൽ ഹിസ്റ്ററിയിൽ വരുന്നത്. പ്രധാനമായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അത് ആ പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിക്കാം. മെഡിക്കൽ ഹിസ്റ്ററി എന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെ അതിനകത്ത് വരും, ചീഫ് കംപ്ലൈന്റ് വരും, പ്രസന്റ് ഇൽനസ്, പിന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി ആൻഡ് ROS, റിവ്യൂ ഓഫ് സിസ്റ്റം. അത് 5 പോയിന്റുകൾ പഠിച്ചു വെച്ചേക്കാം. മെഡിക്കൽ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ പ്രാഥമികമായി നടത്തുന്ന ചില ശാരീരിക അന്വേഷണങ്ങൾ അല്ലെ, പരിശോധനകൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അത് ഏതൊക്കെയാണ് അതിനകത്ത് വരിക എന്ന് പറഞ്ഞത്, ചീഫ് കംപ്ലൈന്റ് വരും, നമ്മളുടെ പ്രസന്റ് ഇൽനസ് വരും, നമ്മളെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി വരും, ഫാമിലി ഹിസ്റ്ററി വരും, ROS, റിവ്യൂ ഓഫ് സിസ്റ്റം വരും. ക്ലിയർ ആണോ? ക്ലിയർ? ഇങ്ങോട്ട് അടുത്തതിലേക്ക്. യെസ്, നെക്സ്റ്റ് വൺ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. നമുക്കത് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി. ഫിസിക്കൽ, ശാരീരികമായിട്ടുള്ള പരിശോധനയാണ് അടുത്ത ക്ലിനിക്കൽ ഡാറ്റ. ഇതൊക്കെ ഇവിടുത്തെ ഡാറ്റയാണ്. ഇതെല്ലാം ഇവരിങ്ങനെ എടുത്ത് നമ്മളിൽ നിന്ന് ഒരു പേഷ്യന്റ് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന റെക്കോർഡ് കാര്യങ്ങളൊക്കെ അവർ ഡാറ്റാസ് ആയിട്ട് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് മുഴുവൻ എവിടേക്കോ കുറിച്ചു വെക്കുന്നു, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സേവ് ചെയ്യുന്നു. പല രീതിയിൽ നമ്മളിൽ നിന്ന് എടുക്കുന്ന എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡോ അല്ലെങ്കിൽ ബ്ലഡോ എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതും അത് റെക്കോർഡായിട്ട് മാറുന്നു. അത് അവിടെ ടെസ്റ്റിന് വേണ്ടി കൊടുക്കുന്നു, അയക്കുന്നു, വേറെ വല്ലവർക്ക് അയക്കേണ്ടതാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഇതെല്ലാം ഡാറ്റാസ് ആണ്. നമ്മളെ കുറിച്ച് ഒരുപാട്, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു പോയി അങ്ങനെ വന്നു തുടങ്ങിയ കാലം മുതൽ എപ്പോ വരെ അവസാനിപ്പിക്കുന്നു അതുവരെ വെച്ച് നോക്കുമ്പോൾ there will be a lot of data. ആ ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഹോസ്പിറ്റൽസിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ, ചില ആൾക്കാർക്ക് അങ്ങനെയില്ല അല്ലെ. ചില രോഗങ്ങൾക്ക് ചില ഹോസ്പിറ്റൽസിൽ പോകും, ചിലർക്ക് വേറെ സ്ഥലത്ത് പോകും. എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ നല്ലത് നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് നല്ലതായി തോന്നുന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ്ലി അവിടെ തന്നെ പോകുന്നതും അതേ ഡോക്ടേഴ്സിനെ തന്നെ കഴിവതും കാണിക്കുന്നതും, അതല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് തന്നെയാണെങ്കിലും അവിടുത്തെ തന്നെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെ കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. ഐ തിങ്ക് സോ അല്ലെ. ഇപ്പൊ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കാം നല്ലത്. കാരണം നമ്മുടെ ഫുൾ റെക്കോർഡ് ചെയ്യുന്നത്
ആ ഹോസ്പിറ്റലിൽ നമ്മുടെ മൊത്തം റെക്കോർഡ്സ് ഉണ്ട്. ഇതെന്താ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ? കാണുന്നോടത്ത് എവിടെയൊക്കെ ഹോസ്പിറ്റലുണ്ടോ അവിടെയൊക്കെ പോയി അവിടെ തുടങ്ങി നമ്മൾ വീണ്ടും ആദ്യം തുടങ്ങി എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യമൊക്കെ വീണ്ടും പറയണം. അവിടെ ഒക്കെ പുതിയ പുതിയ റെക്കോർഡുകളായിട്ട് മാറും അല്ലെ? അങ്ങനെ ചെയ്യാം എന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. അപ്പൊ എന്താണ് ഫിസിക്കൽ ഇൻഫർമേഷൻ, സോറി, എക്സാമിനേഷൻ, ദ ഡാറ്റ വിച്ച് ഹെൽപ്സ് ദ ഫിസിഷ്യൻ ടു ഡിസൈഡ് അബൌട്ട് എ ഡയഗ്നോസിസ്. ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ, അത് ബേസ് ലൈൻ ഡാറ്റ. ബേസ് ലൈൻ ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ എവിടെ നിന്നാണ് രോഗത്തിന്റെ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങണേ അതിനു വേണ്ടി കളക്ട് ചെയ്യുന്ന ഡാറ്റ. Where to start the treatment? To start the treatment, he must have known about the information of the patient. ആ പേഷ്യന്റിനെ കുറിച്ചുള്ള സകലമായ രോഗവിവരവും ആർക്കറിയണം? ഡോക്ടർക്കറിയണം. അതിനുവേണ്ടി കളക്ട് ചെയ്യുന്ന ഡാറ്റ, അതിനെയാണ് ബേസ് ലൈൻ ഡാറ്റ എന്ന് വിളിക്കുക. ഞാൻ ചെന്നിരിക്കുകയാണ്, എനിക്ക് ഭയങ്കര തലവേദന. അപ്പൊ ഞാൻ ഡോക്ടറോട് പറയുന്നത് എനിക്ക് എല്ലാ ദിവസവും ഭയങ്കര തലവേദനയാണ്, എന്താണെന്ന് അറിയില്ല, മരുന്നും ഭാവമൊക്കെ കുറെ വാരിയൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ മാറുന്നില്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ നമുക്കറിയില്ല. അപ്പൊ ഡോക്ടർ പല പല കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. അപ്പൊ ആ തലവേദനയുടെ കാര്യം എന്താണ്? നമുക്ക് ഒരു തലവേദന എന്ന് പറയുന്നത് എന്താ? അത് ഇടയ്ക്ക് ഇങ്ങനെ വരും നമുക്ക്, എന്നിട്ടത് മാറിപ്പോകും, എപ്പോഴും വരില്ല. പക്ഷെ മറ്റേതെങ്കിലും തരത്തിലുള്ള തലവേദനയാണെങ്കിൽ, റെഗുലറായിട്ട് എന്താ തലവേദനയാണെങ്കിൽ അങ്ങനെ, അല്ലാതെ ആണെങ്കിലോ ചിലപ്പോ മറ്റേതെങ്കിലും ഇല്ലസിന്റെ ഒരു ലക്ഷണം, സിംറ്റം മാത്രമായിരിക്കാം ആ തലവേദന. അപ്പൊ അത്തരം തലവേദനകൾക്ക് നമ്മൾ റൂട്ട് കോസ് ഓഫ് ദ ഇൽനെസ് എന്താണെന്ന് ഡോക്ടർക്ക് അറിയേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുവേണ്ടി ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യും. എപ്പോഴാണ് ആ തലവേദന വരിക, എത്ര നേരം അത് നീണ്ടു നിൽക്കും, എപ്പോഴാണ് അത് പിന്നീട് മാറുക, അത് എങ്ങനെ മരുന്ന് കഴിച്ചിട്ട് തന്നെയാണോ മാറുന്നത്, അങ്ങനെ കുറെ ഡാറ്റാസ് കളക്ട് ചെയ്യും അല്ലെ? അപ്പൊ അങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ആണ്. അപ്പൊ നമുക്ക് ഡോക്ടർക്ക് തോന്നും ഇത് ഇന്നതാണ്. സോ ദേ ക്യാൻ സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റ് തുടങ്ങാനുള്ള ഒരു ഇത് കിട്ടും ആ ബേസ് ലൈൻ ഡാറ്റാസ് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ. അതാണ് എന്തെന്ന് വിളിക്കുക? ഫിസിക്കൽ എക്സാമിനേഷൻ. ഇനി എക്സാമിനേഷൻ ഇൻക്ലൂഡ്സ് ഓൾ ബോഡി സിസ്റ്റം. അപ്പൊ നമ്മുടെ ബോഡിയുടെ മൊത്തം സിസ്റ്റം എന്താണ് പരിശോധിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുക. അപ്പൊ ഇരുന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ കിടന്നിട്ടായിരിക്കാം, കാലിലോ കയ്യിലോ എന്തെങ്കിലും ഒക്കെ ചിലപ്പോ പ്രസ് ചെയ്ത് നോക്കിയിട്ടായിരിക്കാം, പ്രഷർ നോക്കിയിട്ടായിരിക്കാം അല്ലെ? അങ്ങനെ അതാണ് എക്സാമിനേഷൻ ഓഫ് ഫുൾ ബോഡി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന എക്സാമിനേഷൻസ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത് ഈ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആൻഡ് ദേ ആർ കളക്ടിങ് ദ ഡീറ്റെയിൽസ് അക്കോർഡിംഗ് ടു ദ സെക്സ് or age or also patient symptoms, then physical findings, laboratory data. എല്ലാവരോടും എല്ലാ കാര്യവും ഇൻഫർമേഷൻസ് ഇതുപോലെ കളക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആളുകളുടെ വയസ്സ്, അവരുടെ എന്താ പറയാ സെക്സ്, അതായത് മെയിൽ ഓർ ഫീമെയിൽ, അതനുസരിച്ച് മാറും. പേഷ്യന്റിന്റെ രോഗത്തിന്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ അനുസരിച്ച് മാറും. അവര് കണ്ടെത്തിയ, അതായത് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി കണ്ടെത്തിയ ഫൈൻഡിങ് അനുസരിച്ച് മാറും. പിന്നെ ലബോറട്ടറി ടെസ്റ്റിന്റെ റിസൾട്ടുകൾ വന്ന് അതനുസരിച്ച് മാറും. അപ്പൊ അതൊക്കെ ഈ പറയുന്ന ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് ഇതിന്റെയൊക്കെ ബേസിസ് കൂടിയാണ്. ഇതിലൊക്കെ എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, റിലൈ ചെയ്തിട്ടാണ് ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിന്റെ ആ ഒരു ഡിഗ്രി. അങ്ങനെ പറഞ്ഞേക്കുന്നത് ലാസ്റ്റ്, ഡിഗ്രി ഓഫ് ഡീറ്റെയിൽസ് റിലൈസ് ഓൺ ദ ഏജ്, sex of the patient's symptoms, other physical examinations or findings, and also laboratory data. ലാബിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് പ്രകാരവും ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തും. അല്ലാതെ എന്ത് രോഗമാണ്, ആ രോഗത്തിന് എവിടെ നിന്നും നമുക്ക് ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റ് തുടങ്ങണം എന്നുള്ളതൊക്കെ ഈ ഫിസിക്കൽ എക്സാമിനേഷനിൽ വരും. അതിന്റെ ബേസിസിൽ അതെല്ലാവരെയും ഒരേപോലെ എല്ലാ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. ഏജ് അനുസരിച്ച് മാറുന്നുണ്ട്, എന്താ പറയാ സെക്സ് അനുസരിച്ച് മാറുന്നുണ്ട്, പേഷ്യന്റിന്റെ രോഗലക്ഷണങ്ങൾ അനുസരിച്ച് മാറുന്നുണ്ട്, അവരുടെ ലാബ് ടെസ്റ്റുകൾ നടത്തിയതിന്റെ റിസൾട്ട് അനുസരിച്ച് മാറുന്നുണ്ട്, ആൻഡ് ഓൾസോ ഫിസിക്കൽ ഫൈൻഡിങ്സ് അനുസരിച്ചും മാറുന്നുണ്ട്. അതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, അടുത്തത് ഫിസിഷ്യൻ ഓർഡർ ആണ്. ഇപ്പോഴേ മാർക്ക് ചെയ്ത് വെച്ചോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഫിസിഷ്യൻ ഓർഡർ. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞതില് ഞാൻ ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. മെഡിക്കൽ ഹിസ്റ്ററിയുടെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. അടുത്തത് ഫിസിഷ്യൻ ഓർഡർ ആണ്. ഓക്കെ, ഫിസിഷ്യൻ ഓർഡർ ആണ്. വാട്ട് ഈസ് ഫിസിഷ്യൻ ഓർഡർ? It's the written or oral order which constitute the attending physician direction to nurse or also to provide auxiliary services concerning all medications and treatments to the patient. അതായത് അതൊരു ഓർഡർ ആണ്. ഒരു എന്താ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓർഡർ ചെയ്യും അല്ലെ, പല കാര്യങ്ങളും ഓർഡർ ചെയ്യും. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൽപ്പനയാണ് അല്ലെ. എന്താണ് ഇവിടെ ഫിസിഷ്യൻ ഓർഡർ ചെയ്യുന്നത്?
എന്തെങ്കിലും മറ്റു കാര്യങ്ങളാണ് ഓർഡർ ചെയ്യുന്നത്? അല്ല, പേഷ്യന്റിന് ഇന്ന വൈദ്യസഹായം കൊടുക്കൂ, ഇന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൂ, ഇന്ന സഹായ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യൂ, ഇന്ന മരുന്നുകൾ കൊടുക്കൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചികിത്സിക്കുക, ശുശ്രൂഷിക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഓർഡേഴ്സ് അതെങ്ങനെ കൊടുക്കണം? റിട്ടൺ ഓർ ഓറൽ, അതായത് എഴുതി കൊടുക്കാം, അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ നഴ്സിനോട് ഈ ആളുടെ ഇപ്പൊ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊരു ഇങ്ങനെ ഒരു ബെല്ലടിക്കും അല്ലെ, നേഴ്സ് അന്നേരം തന്നെ ഓടി വരും. അപ്പൊ ഡോക്ടർ അവരോട് എന്തെങ്കിലും കൺവേ ചെയ്യും, ദാറ്റ് മീൻസ് ഇയാളുടെ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഡോക്ടർ അത് പറഞ്ഞിട്ട് നഴ്സിനോട് പറയും, നാളെ കൊണ്ടുപോയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന്. അപ്പൊ ഓറലോ റിട്ടേണോ ആയോ ചില കാര്യങ്ങൾ ഡോക്ടർ അദ്ദേഹത്തിന്റെ ആ പേഷ്യന്റിന്റെ ചാർട്ടിൽ എഴുതി വെക്കുകയാണ്, രേഖപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഗിവ് നഴ്സിംഗ് എന്ന് വെച്ചാൽ ആളെ ശുശ്രൂഷിക്കുക. പിന്നെന്താ? ഓക്സിലിയറി സർവീസസ്, ഇയാൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യണം, അപ്പൊ അവിടെ അതിനുള്ള സൗകര്യം കൊടുക്കുക. അല്ലെങ്കിൽ പേഷ്യന്റിനെ അവിടെ എവിടെയെങ്കിലും കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ നിർത്തുക, പേഷ്യന്റിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യം കൊടുത്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ നിർത്തുക. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മെഡിക്കേഷൻസ്, ഇന്ന മരുന്ന് കൊടുക്കുക, ഇപ്പൊ തന്നെ ഈ ഒരു മരുന്ന് കൊടുത്തിട്ട് കുറച്ചു നേരം ആളെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അവിടെ കിടത്തുക, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു നെബുലൈസേഷൻ കൊടുത്തിട്ട് അവിടെ ഇരുത്തുക. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യുകയും എന്താ പറയാ ഇൻഫോർമേഷൻസ് ഒക്കെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നു. ആരെ സംബന്ധിക്കുന്നത്? പേഷ്യൻസിനെ സംബന്ധിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫിസിഷ്യൻസ് ഓർഡർ എന്ന് വിളിക്കുക. എന്താണ് ഫിസിഷ്യൻസ് ഓർഡർ? റിട്ടൺ ഓർ ഓറൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദ അറ്റൻഡിംഗ് ഫിസിഷ്യൻസ് ഡിറക്ഷൻ ടു നഴ്സിംഗ് ആൻഡ് ഓക്സിലറി സർവീസസ്, മെഡിക്കേഷൻസ്, എല്ലാ തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ചതും എല്ലാമായിട്ട് ആരെ കുറിച്ചത്? ട്രീറ്റ്മെന്റ് ഒക്കെ സംബന്ധിച്ചത് ആരെ വെച്ചിട്ടാ? പേഷ്യന്റിനെ സംബന്ധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഓർഡർ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഫിസിഷ്യൻസ് ഓർഡർ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഫിസിഷ്യൻസ് ഓർഡർ മാർക്കും ചെയ്യാം, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എന്താണ്? ഡാഷ് ഈസ് റിട്ടൺ ഓർ ഓറൽ ഓർഡർ കോൺസ്റ്റിറ്റ്യൂട്ട് അറ്റൻഡിംഗ് ഫിസിഷ്യൻസ് എന്ന് പറഞ്ഞ ആ സെന്റൻസ് അങ്ങനെ തന്നെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ്. അപ്പൊ ആ ഒരു ഡാഷ് ഇട്ടിട്ട് അവിടെ വരുന്നത് ഫിസിഷ്യൻസ് ഓർഡർ ആയിരിക്കും. മാർക്ക് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞ 4ാമത്തെ പോയിന്റ് ആണ്. 4ഉം 5ഉം കൂടി ചേർത്ത് 4ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ മാറ്റി എഴുതിയ ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട് ആണ് കേട്ടോ. ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട് ആണ്. അതായത് നമുക്കറിയാം, when a patient is admitted in the hospital, the doctors will make routine care, routine rounds to the patient. അതായത് ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരം ഒക്കെ ഒരു റൗണ്ട്സിന് അങ്ങോട്ട് പോകും ഡോക്ടേഴ്സ് അല്ലെ. എന്നിട്ട് അവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യന്റ്, ഏതെങ്കിലും ഒരു പേഷ്യന്റിനെ എല്ലാവരും ചെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ആരുടെ പേഷ്യന്റ് ആണോ ആ ഒരു കിടക്കുന്നത് അവരുടെ പേഷ്യന്റിന്റെ അടുത്ത് പോകുന്നു, അവർക്ക് മരുന്നുകളൊക്കെ കൊടുത്തിട്ട് അതെങ്ങനെയാണ് ആ മരുന്നിനോട് അവർ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയും എന്താ പറയാ അവരുടെ രോഗത്തിന്റെ പ്രോഗ്രസ് എത്രത്തോളം പുരോഗമനം ഉണ്ട്, വന്ന രീതിയിൽ തന്നെയാണോ ഇപ്പോഴും കിടപ്പ്, അല്ല മാറ്റം വന്നിട്ടുണ്ടോ, 80% മാറ്റം വന്നോ, 90% മാറ്റം വന്നോ, 10% രോഗം മാറിയോ എന്നുള്ള വിവരങ്ങളൊക്കെ തിരക്കി മനസ്സിലാക്കണം അല്ലെ. ചോദിച്ചിട്ടാണോ മനസ്സിലാക്കണ്ടേ? അല്ല, ചിലപ്പോഴൊക്കെ ചെന്നിട്ട് അവരുടെ എവിടെയെങ്കിലും ഒക്കെ പിടിച്ചതൊക്കെ ഡോക്ടേഴ്സിന് അറിയുള്ളൂ. അവരുടെ കയ്യിലോ കാലിലോ എവിടെയാണോ അല്ലെങ്കിൽ എന്ത് രീതിയിൽ പരിശോധിച്ചാണോ അവർക്കത് മനസ്സിലാക്കേണ്ടേ അവരത് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും? എന്നിട്ട് കുറിച്ച് വെക്കും. ഇത്രയും പ്രോഗ്രസ് ഉണ്ട്. വന്നപ്പോ ആള് 50% ബിലോ രോഗവുമായിട്ടാ വന്നേ, അതായത് ഭയങ്കര മോശം കണ്ടീഷൻസിൽ വന്നേ. പക്ഷെ മെഡിക്കേഷൻസ് കൊടുത്തപ്പോ, മരുന്നുകൾ കൊടുത്തപ്പോ ഇറ്റ്സ് റെസ്പോണ്ടിങ്, മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് ആളുടെ ശരീരം. സോ അത് 50% അബവ് ആയി, ഇപ്പൊ 70% റിക്കവർ ആയി. ഇനി അത് കുറച്ചുകൂടി ആവട്ടെ, കുഴപ്പമില്ല, വേഗമൊക്കെ ആവണ്ടല്ലോ, കുറച്ചുകൂടി ചൊടിയായല്ലോ. ഡോക്ടേഴ്സ് അങ്ങനെ നമ്മളോട് പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള് അല്ലെ. അപ്പൊ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് നമ്മൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ അതാണ് പ്രോഗ്രസ് നോട്ട്. അപ്പൊ ആ വരുന്ന നോട്ടുകളൊക്കെ അവരവിടെ കുറിച്ച് വയ്ക്കും. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പേഷ്യൻസ് ഇൽനെസ്, റെസ്പോണ്ട് ടു ദ ട്രീറ്റ്മെന്റ് ആൻഡ് സ്റ്റേറ്റസ് ഓഫ് ഡിസ്ചാർജ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്ചാർജ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ മനസ്സിലാക്കും. എന്താണ് രോഗകാരണം, രോഗത്തിന്റെ കാരണം കഴിഞ്ഞിട്ട് ആ രോഗത്തിന് മരുന്നൊക്കെ കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെ ആ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനോട് എങ്ങനെ ശരീരം പ്രതികരിക്കുന്നു, അതുപോലെ തന്നെ എപ്പോ ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തുന്നത് ഈ പ്രോഗ്രസ് നോട്ടിൽ നിന്നാണ്. അപ്പൊ പ്രോഗ്രസ് നോട്ട് തീർച്ചയായിട്ടും ഫിസിഷ്യൻസ് എഴുതി തയ്യാറാക്കും. അത് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. ആൻഡ് ഇതാരാണ് ഈ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ അറ്റൻഡിംഗ് ഫിസിഷ്യൻ തന്നെ. അല്ലാതെ ആരാ?
അല്ലെ? അറ്റൻഡിങ് ഫിസിഷ്യൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ കംപ്ലീറ്റിംഗ് ദ പ്രോഗ്രസ് നോട്ട്. ഈ പ്രോഗ്രസ് നോട്ട് എഴുതുക മാത്രമല്ല കംപ്ലീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അങ്ങോട്ട് തന്നെയാണ്. ആരാണോ പ്രോഗ്രസ് നോട്ട് എഴുതുന്നത്? നമ്മളെ നോക്കുന്ന ഡോക്ടർ തന്നെ, കിടത്തിയിരിക്കുന്ന നമ്മളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർ തന്നെ വന്നു റൗണ്ടിന് കാലത്ത് വന്നു നോക്കി, വൈകുന്നേരം ഒന്ന് പരിശോധിച്ചു ഓക്കെ ആണോ എന്ന് നോക്കി മനസ്സിലാക്കി. അല്ല ഓക്കെ അല്ല എങ്കിൽ വീണ്ടും നമുക്ക് വേറെ ഏതെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വരുമെന്ന് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും. അത് അവിടെ നോക്കി എഴുതി വെക്കും. ഓക്കെ, അപ്പൊ ഇത് റെഗുലർ ആയിട്ട് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്യേണ്ടത് അറ്റൻഡിങ് ഫിസിഷ്യൻ തന്നെയാണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ്. അത് പൂർത്തിയാക്കണം, അപൂർണമാക്കി വെക്കാൻ പറ്റില്ല, അത് കംപ്ലീറ്റ് ചെയ്യണം എപ്പോഴും. ഓക്കെ, ആൻഡ് ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും? അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ്, ഫൈനൽ നോട്ട്. അഡ്മിഷൻ നോട്ട് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ പേഷ്യന്റിന്റെ ആ ഒരു സ്ഥിതി വിവരങ്ങളൊക്കെ. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ആളെ പരിശോധിച്ച് വട്ടവർ ചേഞ്ചസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് ഫോളോ അപ്പ്. ഫൈനൽ നോട്ട് ഫൈനൽ ഡിസിഷൻ ആണ്. പൂർണ്ണമായിട്ട് മാറി ഓക്കെ, അല്ലെങ്കിൽ ഇത് ഭേദമാകുന്നില്ല, ഈ പറയുന്ന മരുന്നുകളൊന്നും വെച്ചിട്ട് ആളുടെ രോഗം ഭേദമാകുന്നില്ല, സോ വാട്ട് നെക്സ്റ്റ് ടു ഡു, എന്താണ് നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്, അങ്ങനെയുള്ള ഫൈനൽ നോട്ട് വരെ പുള്ളി തന്നെ തയ്യാറാക്കണം. അറ്റൻഡിങ് ഫിസിഷ്യൻ തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് അഡ്മിഷൻ നോട്ടിനകത്ത് എന്തൊക്കെയാണ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റിന്റെ എന്താ പറയാ ആ ഒരു അവസ്ഥ, ജനറൽ ആയിട്ടൊരു അവസ്ഥ എന്താണ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, ആൻഡ് ഓൾസോ ഹിസ്റ്ററി, ഫിസിക്കൽ ഇൻഫോർമേഷൻ, അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയും അതുപോലെ ഫിസിക്കൽ ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന അഡ്മിഷൻ നോട്ടിനകത്ത് ഉണ്ടായിരിക്കും. വരുന്ന സമയത്ത് രോഗിയും വരുന്ന സമയത്ത് ആളുടെ രോഗത്തിന്റെ എന്താ പറയാ അവസ്ഥ ഇങ്ങനെയായിരുന്നു, ഫിസിക്കൽ കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു, ഹിസ്റ്ററി മെഡിക്കൽ ഹിസ്റ്ററി അങ്ങനെ ഇങ്ങനെയാണ്, അതൊക്കെ അതിനകത്ത് ഉണ്ടാവും, അഡ്മിഷൻ നോട്ടിനകത്ത് ഉണ്ടായിരിക്കും. ആൻഡ് പ്രോഗ്രസ് നോട്ട് ഇൻക്ലൂഡ് ഓൾ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ്. പ്രോഗ്രസ് നോട്ടിനകത്ത് അഡ്മിറ്റ് ചെയ്തതിനു ശേഷം എന്തൊക്കെ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തു, പേഷ്യന്റിന്റെ റെസ്പോൺസ് ടു ഈച്ച് ട്രീറ്റ്മെന്റ്, ഓരോ ചികിത്സയ്ക്കും പേഷ്യന്റിന്റെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, അതൊക്കെ പ്രോഗ്രസ് നോട്ടിൽ ഉണ്ടാകും. അപ്പൊ അഡ്മിഷൻ നോട്ട്, പ്രോഗ്രസ് നോട്ട്. ഓക്കെ, അഡ്മിഷൻ സമയത്ത് പേഷ്യന്റിന്റെ സ്റ്റേറ്റസ് എന്താണ്, അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഹിസ്റ്ററി എന്താണ്, അതുപോലെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നു. പ്രോഗ്രസ് നോട്ട് ആ ഫോളോ അപ്പില് ആളുടെ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഹൗ ഇറ്റ് ഈസ് റെസ്പോണ്ടിങ്, എങ്ങനെയാണ് ആ മരുന്നിനോട് പേഷ്യന്റ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പ്രോഗ്രസ് നോട്ടിനകത്ത് ഉണ്ടാകുക. ക്ലിയർ ആയോ? പ്രോഗ്രസ് നോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? പ്രോഗ്രസ് നോട്ട് എന്താണെന്ന്, പ്രോഗ്രസ് നോട്ടിനകത്ത് എന്തൊക്കെ ഡാറ്റാസ് ആണ് എഴുതി ചേർക്കുന്നത് എന്നാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നോക്കണം കേട്ടാ. അടുത്തത് നമുക്ക് നോക്കാം പാത്തോളജി റിപ്പോർട്ട്സ് ആണ്. പാത്തോളജി റിപ്പോർട്ട്സ്, ദാറ്റ് മീൻസ് whatever tissues which is taken from our body and removed from the patient's body at the time of surgery or any procedures like a biopsy. For pathological analysis, നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ചില സാധനങ്ങൾ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ബയോപ്സിക്ക് അയക്കാനായിട്ട് ട്യൂമേഴ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ വയറിനകത്തൊക്കെ ചിലപ്പോൾ എല്ലാ മുഴകളൊക്കെ ഉണ്ടാകും അല്ലെ. സം ട്യൂമേഴ്സ് ആർ ക്യാൻസറസ്, എന്നാൽ ചിലത് ഹാംഫുൾ അല്ലാത്തതും ഉണ്ട് അല്ലെ. ഇത്തരം മുഴകളൊക്കെ ചിലത് ക്യാൻസറസ് ആകാനായിട്ടുള്ള സാധ്യതയുള്ളതാണ്, ചിലതൊക്കെ ഒരു കുഴപ്പമില്ല, വെറുതെ ഒരു അബ്നോർമൽ ഗ്രോത്ത് പോലെ അവിടെ വരുന്നത് മാത്രം. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ എടുക്കണം അവിടെ നിന്ന് അല്ലെ. സർജറി പ്രൊസീജിയേഴ്സിലൂടെ അതൊക്കെ എടുത്ത് റിമൂവ് ചെയ്ത് പുറത്തേക്ക് എക്സ്പെൽ ചെയ്തതിനു ശേഷം ഇറ്റ് ഷുഡ് ബി സെൻഡ് ഫോർ ബയോപ്സി. ബയോപ്സിക്ക് അയച്ചതിന് ശേഷമാണ് കൺക്ലൂഡ് വെദർ ഇറ്റ് ഈസ് ക്യാൻസർ ഓർ നോട്ട്, അത് ക്യാൻസർ ആണോ അല്ലേ എന്നൊക്കെ അറിയാൻ പറ്റുക. അപ്പൊ അങ്ങനെ വരുന്ന റിപ്പോർട്ടുകൾ അതിനെയാണ് പാത്തോളജിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ടിഷ്യൂസ് വിച്ച് ഈസ് ടേക്കൺ ഓർ എക്സ്പെൽഡ് ഫ്രം ദ ബോഡി, റിമൂവ്ഡ് ഫ്രം ദ ബോഡി, ബോഡിക്ക് അകത്തുനിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ച് ടെസ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ അതിന്റെ റിസൾട്ട് നോക്കി ബാക്കി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്, പാത്തോളജിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടാണ് പാത്തോളജി ചെയ്യുന്നത്. അത് മൈക്രോസ്കോപ്പിക്കും മാക്രോസ്കോപ്പിക്കും രീതിയിൽ അതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നോക്കി കണ്ടെത്തുന്നത് ഉണ്ടാകും, ചിലപ്പോൾ മാക്രോസ്കോപ്പിക് അല്ലാതെയുള്ളതും ഉണ്ടായിരിക്കും അല്ലെ. വലിയ ഒരു ഇതാണ്, നമുക്ക് എന്താ പറയാ വളരെ തീരെ ചെറുത് കാണാൻ പറ്റാത്തതൊക്കെ ആണെങ്കിലാണ് മൈക്രോസ്കോപ്പിക് വെച്ചിട്ടൊക്കെ നോക്കുക. ആ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് ഓരോന്നിനെ കുറിച്ചിട്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. പാത്തോളജി റിപ്പോർട്ട് പാത്തോളജിക്കൽ അനാലിസിസിന് വേണ്ടി എടുക്കുന്നത്. നെക്സ്റ്റ് വൺ റേഡിയോളജി. അതും ഇതുപോലെ തന്നെ റേഡിയോ ഐസോട്ടോപ്സ്, അതുപോലെ റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, എക്സ്റേസ്, തെർമോഗ്രഫി,
സീറോഗ്രഫി എന്ന് പറയുന്നത് ജെറോസ്കോപ്പി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് നമ്മളുടെ ഡോക്യുമെന്റുകളൊക്കെ എന്താ പറയാ ഇത് സ്കാൻ ചെയ്യുന്നതാണ്. ഡോക്യുമെന്റ് സ്കാനിങ് ആണ് സീറോഗ്രാഫി എന്ന് പറയുന്നത്. അൾട്രാസോണോഗ്രഫി ഇതൊക്കെയാണ് റേഡിയോളജി റിപ്പോർട്ടിൽ വരിക. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകളൊക്കെ പേഷ്യൻസിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് അത് റേഡിയോളജി റിപ്പോർട്ടായിട്ട് മാറുന്നു. അത് ഒന്ന് മാർക്ക് ചെയ്യുക. റേഡിയോളജി റിപ്പോർട്ടിൽ ഏതൊക്കെ വരുന്നത്? എക്സ്റേ, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രഫി, സീറോഗ്രഫി ആൻഡ് അൾട്രാസോണോഗ്രഫി. അൾട്രാസൗണ്ട് ഇല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആ ഭാഗത്ത് പഠിച്ചത് തന്നെ. അത് തന്നെയാണ് അതിന്റെ മറ്റൊരു പേരാണ് അൾട്രാസോണോഗ്രഫി. അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് റേഡിയോളജി റിപ്പോർട്ടിൽ വരിക, ആ പേരുകള് ഓർത്തിരിക്കണം, മാർക്ക് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. നേരത്തെ നമ്മൾ ഒരെണ്ണേ ഇത്രയും നേരമായിട്ട് മാർക്ക് ചെയ്യാനും പഠിക്കണമെന്നും പറഞ്ഞോളൂ. മെഡിക്കൽ ഹിസ്റ്ററി ബാക്കിയുള്ളത് പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വായിക്കണം, നന്നായി വായിച്ച് പഠിക്കണം. സീറോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജസ് ഓഫ് ഡോക്യുമെന്റ് ആണ്. ഡോക്യുമെന്റുകളൊക്കെ അതിന്റെ ഇമേജസ് എടുക്കില്ലേ, സ്കാൻ ചെയ്തിട്ട് ചില ഡോക്യുമെന്റുകളൊക്കെ അങ്ങനെ ജെറോസ്കോപ്പ് എന്താ പറയാ, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്യുന്നത്. അത്ര അറിഞ്ഞാൽ മതി. നമ്മൾ ക്ലിയർ ആയോ? യെസ്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. കൺസൾട്ടേഷൻ റിപ്പോർട്ട്. കൺസൾട്ടേഷൻ എന്താണ്? അതായത് പേഷ്യൻസ് കണ്ടീഷൻ. അതായത് ഒരു ഡോക്ടറെ ഒരു രോഗി കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ രോഗിയെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഡോക്ടർക്ക് മനസ്സിലാകുമല്ലോ. അതായത് നമ്മൾ എപ്പോഴും പറയുന്നത് അങ്ങനെയാ, പേഷ്യൻ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറയും. ആ വാക്ക് അങ്ങനെയാ ഉപയോഗിക്കുക. ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ നമ്മൾ പറയാറ്, ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനാണ് പറയാറ്. ഡോക്ടറെ ഒന്ന് പോയി കാണുക. അത് നമ്മൾ ബാക്കിയുള്ളവരെ കാണുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഡോക്ടേഴ്സിനെ മാത്രം പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണ്. ഡോക്ടറോടായിട്ട് ഒരു ഒന്ന് കൺസൾട്ട് ചെയ്യാൻ. കണ്ടീഷൻ ബൈ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ അതർ ദാൻ വേണ്ട കേട്ടോ. ആ ഒരു ഭാഗം ഒന്ന് വെട്ടി കളഞ്ഞേക്ക, അതൊന്ന് റിമൂവ് ചെയ്യാം. നിങ്ങളുടെ നോട്ടിൽ അതിർത്താനൊക്കെ കിടക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഒപ്പീനിയൻ ഓഫ് എ പേഷ്യൻസ് കണ്ടീഷൻ ബൈ എ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ. അതായത് ഒരു രോഗിയെ നോക്കുന്ന ഡോക്ടർ, ആ ആളുടെ ഒപ്പീനിയൻ ആണ് ആരെ കുറിച്ചിട്ട്, പേഷ്യന്റിനെ കുറിച്ച്. അതാണ് കൺസൾട്ടേഷൻ. അതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്. ഞാനൊരു രോഗിയായിട്ട് ഡോക്ടറുടെ മുമ്പിൽ ചെന്നു, എന്റെ രോഗാവസ്ഥ കേൾക്കോ, എന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയോ ഒക്കെ ആൾക്കൊരു ഒപ്പീനിയൻ, ആളുടെ ഒരു മനസ്സിലൊരു കാര്യം കണ്ടു, ഇന്ന രോഗമായിരിക്കാം എന്ന് ആൾക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈസ് ഡിപെൻഡഡ് അപ്പോൺ ദ പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ്, എക്സാമിനേഷൻ ഓഫ് അറ്റൻഡിങ് ഫിസിഷ്യൻ. നമ്മളുടെ മെഡിക്കൽ റെക്കോർഡുകളും നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷനും ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ഒപ്പീനിയനിലേക്ക് ഡോക്ടേഴ്സ് എത്തുക. സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആണോ അല്ലെങ്കിൽ ഫിസിഷ്യൻസ് ആണോ, ഇവര് ആ ഒരു ഒപ്പീനിയനിലേക്ക് എങ്ങനെ തന്നെ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി, നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻ അത്രയും മതിയിട്ട് അത് ബാക്കിയുള്ള ഭാഗവും തെറ്റാണ്, അത് വെട്ടിയേക്കാം. അതാണ് അറ്റൻഡിങ് ഫിസിഷ്യൻ എന്ന് പറയുന്നത് മതി. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം എന്തായിരുന്നു? ദ പേഷ്യന്റ് ആൻഡ് എ കോൺഫറൻസിങ് വിത്ത് ദ അറ്റൻഡിങ് ഫിസിഷ്യൻ എന്നൊക്കെ പറഞ്ഞ കൊണ്ടത്തെറ്റാണ്. അത് നമ്മൾ വെട്ടി കളഞ്ഞു. ആ ഭാഗം നമുക്ക് ആവശ്യമില്ല. അറ്റൻഡിങ് ഫിസിഷ്യൻ വരെ മതിയില്ല. ക്ലിയർ ആയോ? വെട്ടാൻ പറഞ്ഞ് വെട്ടിയോ? അതിന് മുമ്പ് ഒരു അതർദാനും ഉണ്ടായിട്ട് അത് വെട്ടിയൊക്കെ. അതർദാൻ എന്ന് പറയുന്നത് അതർദാൻ ദ നമുക്കും വേണ്ട. ദിസ് ഒപ്പീനിയൻ ഈസ് ഡിപെൻഡന്റ്, അത് വേണേ. ദിസ് ഒപ്പീനിയൻ ഈസ് ഡിപെൻഡന്റ് അപ്പോൺ ദ റിവ്യൂ ഓഫ് ദ പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ് ആൻഡ് ആൻ എക്സാമിനേഷൻ ഓഫ് അറ്റൻഡിങ് ഫിസിഷ്യൻ. അറ്റൻഡിങ് ഫിസിഷ്യൻ ആ രോഗിയെ നോക്കി അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ നോക്കി മെഡിക്കൽ റെക്കോർഡൊക്കെ നോക്കിയിട്ടാണ് ആ ഒരു ഒപ്പീനിയനിലേക്ക്, പേഷ്യന്റിനെ കുറിച്ച് ഇന്ന ഒരു അഭിപ്രായത്തിലേക്ക് ആരെത്തുന്നത്, നമ്മുടെ ഫിസിഷ്യൻ എത്തുന്നത്. ആ അഭിപ്രായത്തെയാണ് കൺസൾട്ടിംഗ് റിപ്പോർട്ടായി മാറുന്നത്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്. ബാക്കിയുള്ള ഭാഗം ഒന്ന് വെട്ടിക്കളഞ്ഞേക്കാം. അത് തെറ്റാണ്. തെറ്റാണ് മീൻസ് ആ ഒരു സെന്റൻസിനോട് അവിടെ യോജിച്ച് യാതൊരു കാര്യവും മീനിങ് ആയിട്ട് നമുക്ക് എടുക്കാനില്ല. റിമൂവ് ചെയ്ത് കളഞ്ഞേക്കാം. എന്നാലേ നമുക്ക് ആ ഒരു സെന്റൻസ് ഒരു സുഖം കിട്ടുള്ളൂ. സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ്, അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് തുടങ്ങേണ്ടത് ദിസ് ഒപ്പീനിയൻ എന്ന് തുടങ്ങിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ വായിച്ചു പോകുമ്പോൾ ഇത് ഒരു കണക്ഷൻ കിട്ടാത്ത പോലെ പോകും. ക്ലിയർ ആയോ? കൺസൾട്ടേഷൻ റിപ്പോർട്ട് മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ അനസ്തേഷ്യ റിപ്പോർട്ടാണ്. നമുക്കറിയാം അനസ്തേഷ്യ എന്തായാലും കൊടുക്കുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പേഷ്യൻസിൽ നിന്ന് സമ്മതമൊക്കെ വാങ്ങിക്കണം, അല്ലാതെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ബിഫോർ മേക്കിംഗ് ആൻ ഓപ്പറേഷൻ, സർജറി ഒക്കെ നടത്തുന്നതിന് മുമ്പ്
എന്താ പറയാ, a small amount of anesthesia concentration is given to the patient. പേഷ്യന്റിന് ഇതുപോലെയുള്ള സർജറീസ് ഒക്കെ നടത്തുന്ന സമയത്ത് ഒരു ചെറിയ എമൗണ്ട് ഓഫ് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ അനസ്തേഷ്യ അതുപോലെ തന്നെ ആ അനസ്തേഷ്യക്ക് അതിന് എടുക്കുന്ന ആ ഒരു സമയം, അനസ്തേഷ്യ വർക്ക് ആവാനായിട്ട് സമയം, അതിന്റെ എഫക്റ്റ്, ഇതൊക്കെ അവര് നേരത്തെ കൂട്ടി അറിഞ്ഞിരിക്കണം. അതൊക്കെ ഇതിനകത്ത് റിപ്പോർട്ടിൽ വേണം. ഇത്ര സമയം എടുക്കും, ആ ആള് അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം ആൾക്ക് അൺകോൺഷ്യസ് ആകാനായിട്ട് ഇത്ര സമയം എടുക്കും, അതിന്റെ ഇഫക്റ്റ് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ റിപ്പോർട്ടിൽ വെക്കണം. അല്ലാതെ പിന്നീട് എന്തെങ്കിലും അനസ്തേഷ്യയുടെ എമൗണ്ട് കൂടിപ്പോയി, കൊടുത്ത അളവ് കൂടിപ്പോയി, അതിനുകൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും എന്താ പറയാ സൈഡ് എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ഇല്ലാതിരിക്കാൻ ഷുഡ് ബി സോ കെയർഫുൾ അല്ലെ, വളരെ കെയർഫുൾ ആയി ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ബിഫോർ പ്രൊവൈഡിങ് സച്ച് അനസ്തേഷ്യാസ്, അത് കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ അളവുകളും പറ്റുമൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇതാണ്, ഇത്രയാണ് ആൾക്ക് കൊടുത്തത്, ആൻഡ് ഇറ്റ് ഹാസ് ഗിവൺ ദിസ് മച്ച് ടൈം, ഇതിന് ഇത്ര സമയം ആ അനസ്തേഷ്യ പ്രവർത്തിക്കാൻ വേണ്ടി കൊടുത്തു. ചിലയിടത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അനസ്തേഷ്യ കൊടുത്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഓപ്പറേറ്റ് ചെയ്തു, അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം നമ്മൾ പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യാൻ ചിലരിൽ പല പല സമയമാണ് എടുക്കുന്നത്. ചിലരിൽ അത് പെട്ടെന്ന് ഇഫക്റ്റീവ് ആകും, പെട്ടെന്ന് അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് ഇല്ലാതെ വരും. പക്ഷെ ചിലരിൽ അത് പെട്ടെന്ന് എഫക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. സോ അതൊക്കെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിനു ശേഷമാണ് സർജറിയോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടുള്ളൂ. Okay, and anesthetic agents, that means the person who provides anesthesia has to collect informations like അതിനകത്ത് അവര് ഈ പറയുന്ന അനസ്തേഷ്യ കൊടുത്ത് ആ ഒരു വർക്ക് എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, സർജറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഇഫക്റ്റ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് അനസ്തേഷ്യ, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബോഡി pressure should be measured. ബോഡി നമ്മുടെ ബ്ലഡ് പ്രഷറും അതുപോലെ ടെമ്പറേച്ചറും പൾസ് റേറ്റും റെസ്പിറേറ്ററി റേറ്റും ഒക്കെ നേരത്തെ കൂട്ടി അതിന് മുമ്പ് തന്നെ എടുത്ത് റെക്കോർഡ് ചെയ്തൊക്കെ വെക്കണം. അതും നോക്കിയിട്ട് വേണം ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ ഈ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ചിലപ്പോ ചില ആൾക്കാർക്ക് ബി പി ഒക്കെ ചിലപ്പോ പെട്ടെന്ന് ഹൈ ആകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതിന് മുമ്പൊക്കെ അതൊക്കെ ഒന്ന് നോക്കി സ്റ്റേബിൾ ആണോ അല്ലയോ, പൾസ് റേറ്റ് ഒക്കെ നോക്കി ടെമ്പറേച്ചർ ഒക്കെ നോക്കി മോണിറ്റർ ചെയ്ത് അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം പതുക്കെ അവർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കുറച്ച് റിലാക്സിങ് മൂഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ വേഗം ഒറ്റയടിക്ക് വന്നിട്ട് അവർ കുത്തൊന്നുമില്ല അല്ലെ. അപ്പൊ അനസ്തേഷ്യ കൊടുക്കുന്നതിന് അവരുടേതായ ഒരു സ്റ്റൈലും ഒക്കെ ഉണ്ട്. അല്ലാതെ പഠിച്ചത് ആ രീതിയിൽ അങ്ങനെ പ്രാവർത്തികമാക്കുകയല്ല. കുറച്ച് ആ ഒരു പേഷ്യന്റിനോടുള്ള അപ്രോച്ചും ഇതൊക്കെ അവരൊന്ന് എന്താ പറയാ സ്റ്റേബിൾ ആക്കി ആ രീതിയിലൊക്കെ ആക്കിയിട്ടാണ് പേഷ്യന്റിനെ ഒന്ന് എന്താ പറയാ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ അവരുടേതായ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അനസ്തേഷ്യ റിപ്പോർട്ട്. അപ്പൊ സ്മോൾ എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അനസ്തേഷ്യ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ പേഷ്യന്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി റെക്കോർഡ്. അതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ അനസ്തേഷ്യ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല before giving anesthesias, എന്തൊക്കെയാണ് anesthetic agent has to measure the temperature, pulse rate, respiration rate and also blood pressure of the patient. പേഷ്യന്റിന്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതും അതിനകത്ത് റെക്കോർഡ് ചെയ്യണം. റിപ്പോർട്ടില് ഡാറ്റാസിൽ കളക്ട് ചെയ്ത് വെക്കണം. അനസ്തെറ്റിക് റിപ്പോർട്ട് അതാണ്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ ആയോ ഇവിടെ വരെ? ഓക്കെ, യെസ്. അടുത്ത ടോപ്പിക് എടുക്കണോ വേണ്ടയോ? നിങ്ങൾ പറയുന്നത് പോലെ എടുക്കും. അടുത്ത ഓപ്പറേഷൻ റിപ്പോർട്ടാണ്. ഓപ്പറേഷൻ റിപ്പോർട്ട് എന്തൊക്കെയാ വരിക? ഓപ്പറേഷൻ എടുക്കാം. ഇൻട്രസ്റ്റിംഗ് ആണോ? ഓക്കെ, ഇൻക്ലൂഡ്സ് കൺസെന്റ് ഫോർ സർജറി. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഓപ്പറേഷനൊക്കെ പല ആളുകളും വിധേയമായിട്ട് ഉണ്ടാകും അല്ലെ. എന്താ പറയാ, നമ്മള് ലേഡീസ് ഒക്കെ കുറച്ച് കൂടുതൽ എന്തായാലും ഒരു ചെറിയ എന്താ പറയാ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാത്തവരായിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഇതിനകത്ത് സർജറിക്ക് മുമ്പ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കൺസെന്റ്. തീർച്ചയായിട്ടും പേഷ്യന്റിന്റെ കൺസെന്റ് സർജറിക്ക് മുമ്പ് ആവശ്യമുണ്ട്. പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ്, അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം, പോസ്റ്റ് അനസ്തേഷ്യ റിപ്പോർട്ട് എല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വരണം. അനസ്തേഷ്യ കൊടുത്തു കഴിയുമ്പോൾ, കൊടുക്കുന്നതിന് മുമ്പ്, കൊടുത്തതിന് ശേഷവുമുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പേഷ്യന്റിന്റെ ഇതെല്ലാം റെക്കോർഡ് ചെയ്യണം. മാത്രമല്ല ഓപ്പറേഷൻ ചെയ്തതിന്റെ റിപ്പോർട്ട് ഒക്കെ ഓപ്പറേഷൻ റിപ്പോർട്ടിൽ വരും. ഓപ്പറേഷനിൽ തീർച്ചയായും വേണ്ട ഒരു കാര്യമാണ് അനസ്തേഷ്യ. അനസ്തേഷ്യ കൊടുക്കാതെ ഇന്നുവരെയും ആരെയും ഓപ്പറേഷന് സർജറിക്ക് വിധേയമാക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കൺസെന്റ് വേണം.
തീർച്ചയായിട്ടും സമ്മതം വേണം. അപ്പൊ അനസ്തേഷ്യ കൊടുക്കുന്നത് എപ്പോഴൊക്കെയാണ്? ഓപ്പറേഷന് മുമ്പ് വേണം, അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ ഉണ്ടെങ്കിൽ അതിന് മുമ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ നമ്മൾ അതിന്റെ റിപ്പോർട്ടുകളൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. അല്ലെങ്കിൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് പേഷ്യന്റിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇത് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഇഫ് ദർ ഈസ് എനിത്തിങ്, എന്തെങ്കിലും നമുക്ക് അരുതാത്തത് എന്തെങ്കിലും പേഷ്യന്റിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, അനസ്തേഷ്യയുടെ ഫലമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ്, തീർച്ചയായിട്ടും ഓപ്പറേഷന് മുമ്പ് പല രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ ചിലപ്പോൾ നടത്തിയിട്ടുണ്ടായിരിക്കും. ഇന്ന പല പല ടെസ്റ്റുകൾ, അതൊക്കെ ഷുഡ് ബി റെക്കോർഡഡ് ബിഫോർ ദ സർജറി. സർജറിക്ക് മുമ്പ് ആ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആയിരിക്കണം. സർജറിക്ക് മുമ്പ് ഇന്ന ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, പേഷ്യന്റിന്റെ ബ്ലഡ് ടെസ്റ്റ്, ഷുഗർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, അതൊക്കെ ഈ റെക്കോർഡ്സിൽ വേണം. അതിനുശേഷം ഒക്കെ അത് പ്രീ സർജറിയാണ്. സർജറിക്ക് മുമ്പേ തന്നെ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെ മാത്രമല്ല ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഡിറ്റക്ഷൻ ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ ഓർഗൻസ്, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള നോർമലോ അബ്നോർമലോ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ എഴുതി വെക്കണം. അതായത് ഈ നമ്മൾ പറഞ്ഞു ഇത്തരം റിപ്പോർട്ടുകൾ ഒന്നും തന്നെ സിംബൽസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇതൊക്കെ ഫുൾ ആയിട്ട് തന്നെ എഴുതി വെക്കുക. അതുപോലെ തന്നെ ഡ്രെയിൻസ്, സ്പോഞ്ചസ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആ സർജറിയിൽ ആള് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ എന്താ പറയാ എക്യുപ്മെന്റുകൾ, ചെറുതും വലുതുമായിട്ടുള്ള എക്യുപ്മെന്റുകൾ എല്ലാം തന്നെ സർജൻ, ഓപ്പറേഷൻ ചെയ്ത സർജനും ആളുടെ അസിസ്റ്റന്റ് ഒക്കെ യൂസ് ചെയ്തത് ഇതെല്ലാം തന്നെ അവിടെ എഴുതി വെച്ചേക്കണം. കാരണം ഇത് എന്തൊക്കെയാണ് എല്ലാം തന്നെ ഉണ്ടോന്ന് അറിയണ്ടേ. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ എന്തെങ്കിലും ബാക്കി വന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കാണാണ്ട് പോയോ എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. അങ്ങനെയും പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? കേട്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ? അല്ലെ, അകത്ത് വെച്ച് മറന്നുപോയ കാര്യമൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അതൊക്കെ എന്താ പറയാ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ റെക്കോർഡിലുണ്ടെങ്കിൽ അപ്പൊ ഇതൊക്കെ തന്നെ ബാക്കി വന്നിട്ടുണ്ടോ, ഇവിടെ ഉണ്ടോ ആ സംഭവമൊക്കെ ടേബിളിന്റെ പുറത്ത്, അല്ലെ? ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, സർജറി ഒക്കെ കഴിഞ്ഞു, അതൊക്കെ ബാക്കി ഇവിടെ തന്നെ ഉണ്ടോന്ന് അറിയണം. അപ്പൊ അത് അറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇതൊക്കെ ഇവിടെ എന്തൊക്കെ ഉപയോഗിച്ചെന്ന് അവരുടെ ലിസ്റ്റിലുണ്ടാകണം. അത് കഴിഞ്ഞാലേ മാത്രമേ ഇതൊക്കെ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ പറ്റില്ല. എന്ത് സർജറിയിലെ സംബന്ധിക്കുന്നതായാലും ഓൾ ദ തിങ്സ്. അപ്പൊ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നടത്തിയാലും ചെയ്യുന്ന പ്രൊസീജിയേഴ്സും അവരുപയോഗിക്കുന്ന ഉപകരണങ്ങളും സർജനും സർജന്റെ അസിസ്റ്റൻസും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും അത് ബാക്കി അവിടെ ഉണ്ടോന്ന് നേരത്തെയും നോക്കണം, അതിനുശേഷവും നോക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം ഓപ്പറേഷൻ റിപ്പോർട്ടിൽ എഴുതി ചേർക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങൾക്കും റിപ്പോർട്ട് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റൽസിൽ നടക്കുന്നുണ്ടോ അതിനെല്ലാം റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഞാൻ എടുക്കുന്നില്ല. ഇനി ഞാൻ ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എത്ര പേരെ എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മൾ മാർക്ക് ചെയ്തത് 2 പോയിന്റ് മാത്രമേ മാർക്ക് ചെയ്യുള്ളൂ. നന്നായി പഠിക്കണം, പിന്നെ നന്നായി തന്നെ വായിച്ചു നോക്കണം. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ഇവിടെ നിന്ന് ഉള്ള ഒരു ചെറിയ കാര്യമാണ്. ബിഫോർ ദാറ്റ് ലെറ്റ് മീ സ്റ്റോപ്പ് ദിസ് റെക്കോർഡിംഗ്. കാരണം അത്